నమో వెంకటేశ నమో తిరుమలేశ నమస్తే నమస్తే నమః. മനുഷ്യൻ വിശ്വാസത്തിൽ ജീവിക്കേണ്ടവനാണ്, അന്ധവിശ്വാസത്തിൽ ജീവിക്കേണ്ടവനല്ല. ഐം ക്രീം സൗഭഗ് ക്ലിം ഐം സൗഭഗ്. നീലകണ്ഠ ബാബാ പറ. കഞ്ചാവ് കൃഷി നടത്തി നോക്കി, പെണ്ണ് കച്ചവടത്തിലുണ്ടായി, റൗഡികളൊക്കെ സംഘടിപ്പിച്ചു, റിയൽ എസ്റ്റേറ്റ് കച്ചവടം കുടഞ്ഞാൻ നോക്കി, ഷെയർ മാർക്കറ്റിൽ കോടിക്കണക്കിന് പണം സമ്പാദിച്ചു ബാബാ. എല്ലാ രാഷ്ട്രീയ പാർട്ടീസിനും ഫണ്ട്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാരും എന്നെ എന്റെ മോനെയും പേടിപ്പിക്കുക അല്ലാതെ മിനിമം ഒരു കൗൺസിലർ പദവി പോലും വെച്ച് നീട്ടിയില്ലെന്ന്. എന്റെ പയ്യനെ MLA ആക്കണം ബാബാ. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലല്ലോ. ഗുരുവിന്റെ വീട്ടിൽ കേതുവും ചന്ദ്രന്റെ വീട്ടിൽ രാഹുവും കാല് വെച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും ജാതകത്തിൽ ശനി താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. ശിവനേക്കാൾ ശനി ശക്തിയുള്ളവനാണ്. കൈലാസ ശൃംഗത്തിൽ ഉഗ്രത്തോടെ ഇരിക്കേണ്ട ശിവൻ ശനിയുടെ ബാധിപ്പ് കാരണം എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു. ശനി വളരെ മോശപ്പെട്ട ഒന്നാണ്. പരിഹാരം പറയൂ ബാബാ. എല്ലാ ബലിയേക്കാളും നരബലി വളരെ ശക്തിയുള്ളതാണ്. ആരൊരുവൻ നരബലി നൽകുന്നുവോ അവന്റെ വീട്ടിൽ പണമഴ പെയ്തുകൊണ്ടേയിരിക്കും. പ്രശസ്തിയും പദവിയും പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ലഭിക്കും. ദേവകന്യക ജനിച്ച സമയത്ത് ജനിച്ച ഒരു കന്യകയെ നരബലി കൊടുത്താൽ നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതാണ്. പുണർദം നക്ഷത്രത്തിൽ 3-ാം പാദത്തിൽ മിഥുന രാശിയിൽ ജനിച്ച സൗന്ദര്യ റാണിയാണ് ആ പെൺകുട്ടി. നിന്റെ ജീവിതാഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു സൗന്ദര്യ റാണിയാണവൾ. നീളമുള്ള കേശമുള്ള പെൺകുട്ടിയെ കാളിക്ക് നരബലി കൊടുത്താൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും. 15 ദിവസത്തിനുള്ളിൽ നീ നരബലി നടത്തണം. അപ്പോൾ മുതൽ ശുക്രന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു കന്യക എവിടെ കിട്ടും ബാബാ? അതെ നീലകണ്ഠൻ, അത് ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട. ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ബാബാ. ത്രേതായുഗത്തിലും ദ്വാപര യുഗത്തിലും തപസ്സുകൾ, യാഗങ്ങൾ, ഹോമങ്ങളും ചെയ്തു. ദൈവം പ്രത്യക്ഷപ്പെട്ട് വരങ്ങളും നൽകി. അതാണ് സത്യം. അതിനെത്രയോ തെളിവുകളുണ്ട്. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള പുരാണ ഇതിഹാസങ്ങളുമുണ്ട്. കലികാലത്തിലും പൂജകളും ബലികളും നടത്തിയാൽ ഗ്രാമദൈവങ്ങളും കുലദൈവങ്ങളും ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന പണത്തിനേക്കാൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന പണത്തിനു വേണ്ടി എത്രയോ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലത്തെ സമയങ്ങളിൽ മനുഷ്യന്റെ ബലഹീനതയെ പ്രയോജനപ്പെടുത്തി പണത്തിനു വേണ്ടി കള്ളസ്വാമിമാരും ബാബാക്കളും ഓരോ തെരുവിലും മുളച്ചു വന്നു. മൃഗബലിയേക്കാൾ നരബലിയാണ് ശക്തി ഉള്ളതെന്നും അങ്ങനെ നരബലി നൽകിയാൽ കാളിദേവി എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഈ അന്ധവിശ്വാസത്തിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. വള്ളത്തിൽ യാത്ര ചെയ്താൽ അത് യാത്ര, പക്ഷേ ആ വള്ളത്തിനുള്ളിൽ വെള്ളം കയറിയാൽ അത് അപകടം.
ഒരുപാട് സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? സച്ചിൻ സെഞ്ചുറി അടിച്ചപ്പോ എത്ര സന്തോഷപ്പെട്ടിട്ടുണ്ടാവും. എനിക്കിപ്പോ അത്ര സന്തോഷമുണ്ട്. സ്വയം സച്ചിനായിട്ട് കമ്പയർ ചെയ്യാ. ഒന്ന് വെയിറ്റ് ചെയ്യും മുത്തേ. പിച്ചിലിറങ്ങി എന്റെ കളി ഞാൻ കാണിച്ചു തരാം. എന്നെന്താ ഇവിടെ കൊണ്ടുവന്നത്? ഇതാണ് നമ്മുടെ റൊമാൻസ് സ്പോട്ട് ബേബി. എന്താ ഇത്? പ്രേതമുണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. പ്രേതമില്ല, പിശാചുമില്ല. സെക്യൂരിറ്റി ഗാർഡിനും കാവൽ നായിക്കും പൈസ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോയിരിക്കുക. അതൊന്നും കാര്യമാണ്. നീ അകത്ത് വാ. വേണ്ട സായ്, എനിക്ക് പ്രേതം എന്ന് വെച്ചാ പേടിയാ. ഞാൻ തന്നെ വലിയ പ്രേത. എന്നെ കണ്ട് പ്രേതം പേടിക്കും. ഒന്ന് വാന്നേ. വേണ്ട സായ്, ടൈം പ്ലീസ്. വേസ്റ്റ് ചെയ്യല്ല. വാ സുന്ദരി, ഒന്നൊരു നാളെയാണ് താലിമംഗലം. കഴിഞ്ഞ ജന്മത്തിൽ ഈ പാലസിന് നീ ആയിരിക്കും റാണി, ഞാൻ രാജാവും. അപ്പൊ ഫസ്റ്റ് നൈറ്റ് മിസ്സായി. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മോർണിംഗ് സെലിബ്രേറ്റ് ചെയ്യാം. അടിപൊളിയാണല്ലോ. ഈ പിച്ചിൽ ഞാൻ എന്റെ കളി തകർക്കും. എന്ത്? ഇവിടെയോ? ഇവിടെ അല്ലെന്നേ, റൂമില്. വാടി എന്റെ ചക്കര മുത്തേ. അമ്മോ, എന്ത് മനോഹരമായ ആളാ. അമ്മമ്മമ്മോ, ആളിന്റെ നടുക്ക് സെൻട്രൽ എ സി. ആരും കാണുന്നില്ലല്ലോ. അതല്ലേ മുത്തേ നമുക്കും വേണ്ടത്. പ്ലീസ് സായ്, നമുക്ക് ഇവിടുന്ന് പോവാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ നോക്കിയ ഡാർലിംഗ്, അമ്പലത്തിലേക്ക് പോയിട്ട് പ്രസാദം കഴിക്കാതെയും തിയേറ്ററിലേക്ക് പോയിട്ട് സിനിമയും കാണാതെ വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേ. മതിയാക്ക്, അല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്കാൻ. നീ കൂടുതൽ പേടിപ്പിക്കല്ലേ. റൊമാൻസ് വരണമെങ്കിൽ ആദ്യം പേടി പോണം. രണ്ട് ഫീലിങ്സ് ഒരുമിച്ച് വർക്കാവില്ലല്ലോ ബേബി. സോ നിനക്ക് പേടി പോണെങ്കിൽ ഞാൻ അതിന് എന്ത് ചെയ്യണം? സ്ഥലത്താണല്ലോ ഇവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വാ, നമുക്ക് ഇവിടുന്ന് പോവാം. ഐഡിയ കൊടുകൈ. എങ്ങോട്ട്? വാന്നല്ലേ പറഞ്ഞത്. എങ്ങോട്ടെന്ന് പറ സായ്. സായ്, വാതിൽ തുറക്ക്. ഇവിടെ എന്തോ ഉണ്ട് സായ്. ഒന്നും പേടിക്കണ്ട. പേടി പോയി കഴിഞ്ഞാ റൊമാൻസ് താനെ വന്നോളും. അങ്ങനെ സായ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ചേടാ, നീ ഒന്ന് പേടിക്കാതിരിമത്തേ. ഇവിടെ മുഴുവൻ ഇരുട്ടാ സായ്. എനിക്ക് പേടിയാവുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല സായ്. പ്ലീസ്. എന്ത് പെട്ടെന്ന് ശബ്ദം നിന്ന് പോയത്? ചക്കരമുത്തേ, പൊന്നുമോളെ. ഇവള് വല്ല പ്രേതം കണ്ടിട്ടുണ്ടാവോ? അതോ പേടിച്ച് വടിയായോ? എന്റെ ഈശ്വര. ബേബി മോളെ. എടാ പരമനാറി, നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണല്ലേ? നിന്നെ കൊന്ന് കുഴിച്ചു മൂടോടാ ഞാൻ. പൊട്ടത്തറിയാ. നീ പേടിച്ചല്ലേ? പേടിച്ച് തല കറങ്ങി കാണും. അതെന്താ, നിനക്ക് മാത്രം പേടിപ്പിക്കാൻ അറിയൂ? എനിക്ക് അറിഞ്ഞൂടെ? പേടി പോയാ നീ റൊമാൻസ് ചെയ്യൂല്ലേ? വാടാ, എന്നാ ഇപ്പൊ ചെയ്യും. വാ. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നെ വീട്ടിലേക്ക്. എന്റെ അമ്മ ഒന്ന് എണീക്ക്. വാ, നമുക്ക് ആദ്യം ഇവിടുന്ന് പോവാം. വേഗം വാ. നിക്കടാ. നിക്ക സായ്, പ്ലീസ്. എനിക്കിപ്പോ നിന്നെ കണ്ട പോലും പേടിയാന്നു. വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. അവിടെ നിക്കാൻ. എന്തിനാ ധൃതി? കുറച്ചു നേരം നമുക്ക് റൊമാൻസ് ചെയ്തിട്ട് പോയാ പോരെ? ഇനിയും കുറച്ചു നേരം ഇവിടെ നിന്നാലേ നമ്മുടെ ജീവൻ പോവും. ആദ്യം നമുക്ക് ഇവിടുന്ന് പോവാം. നിന്റെ ഫേസ് ഇത്ര ഭീകരമായിരിക്കുന്ന എനിക്ക് അറിയാതെ പോയി. ഇനി ഒരിക്കലും ഞാൻ ഇവിടെ വന്ന് റൊമാൻസ് ചെയ്യില്ല. ആദ്യം ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം. വേം വാ. ഇത് പഴയ ബംഗ്ലാവോ അതോ പ്രേത ബംഗ്ലാവോ? ആവശ്യമില്ലാതെ ഇത്രയും ദൂരം വന്നു. കൂട്ടിക്കൊണ്ടെന്ന് എന്നെ വേണം പറയാൻ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. നിർത്തടാ. എടാ പേടിച്ചു തൂറി. നിനക്ക് പേടിയാണെങ്കിൽ എഴുന്നേറ്റ് പോടാ. പ്രേത സിനിമ കാണാൻ വന്നിരിക്കുക അവൻ. സുഖു, അല്ലെങ്കിൽ തന്നെ എന്റെ ഹാർട്ടിൽ ഹോൾ ഉണ്ടാ. മിണ്ടാണ്ടിരുന്നൊന്ന് സിനിമ കാണടാ. ശരി ശരി, നീ കണ്ടോ, ഞാൻ മിണ്ടായിരുന്നോളാം. മിണ്ടാതിരുന്നൊന്ന് സിനിമ കാണടാ. എന്റെ ഹാർട്ട് അടിച്ചു പോവാടാ. പണി കഴിഞ്ഞു.
എടാ സുഖു, വീണ്ടും ചെറുനാരങ്ങയുടെ മാലയാണോ? ഞാൻ ഭയങ്കര സുന്ദരനല്ലേ, അതുകൊണ്ട് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി ഇട്ടതാ. ഓടാ പേടിത്തോണ്ടാ, പേടിത്തൂറി. നീ ആരെയാണ് പേടിച്ചൂരി വിളിക്കുന്നത്? ഇതുപോലെ തറ പ്രേതപ്പടങ്ങളൊന്നും ഇടാതെ നല്ല റൊമാൻറ്റിക്കായി പടങ്ങളുണ്ട്. അവിടെ ചിരി കണ്ടില്ലേ? എടാ സുഖു, നാരങ്ങാമാല ഇട്ടോണ്ട് സിനിമ കാണാൻ വരുന്നത് നീ മാത്രമാടാ? സേഫ്റ്റിക്കാണല്ലോ. സേഫ്റ്റിക്ക് എന്തോന്ന് സേഫ്റ്റി ആടോ? ഒരു വലിയ ഈവന്റ് വന്നിട്ടുണ്ട്, കുറച്ച് കാശ് കിട്ടും, വരുന്നോ? ഈവന്റോ? എടാ അളിയാ, നീ ഒരു നല്ല കാര്യം പറഞ്ഞത്, താങ്ക്സ്. ഇത് വെച്ചറിയാ, ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതെല്ലാം നല്ലപോലെ പിഴിഞ്ഞ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേ. വന്നോളൂ. അല്ല, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ? നേരെ പോയി വലതുവശത്തോട്ട് തിരിഞ്ഞ 3ാമത്തെ വീടാ. നന്ദി കേട്ടോ. വാ തുറക്കരുത്, ഈ വീട്ടിലുള്ള ആരും നല്ലവരല്ല. ഐസ് വെച്ചേക്കും. ഐസോ? കോൺ ഐസ്. അതാണ്. പിന്നെ നിങ്ങളെന്താ വിചാരിച്ചേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അതിരിക്കട്ടെ, നിങ്ങൾ ആരെ കാണാനാ വന്നത്? ജയചന്ദ്രന്റെ വീട് എവിടെയാ? ഒരുപാട് തവണ ചോദിച്ചു, പക്ഷെ ഒത്തു കിട്ടില്ല. ദാ അവിടെ ഉണ്ട്. അതോ വല്ല പിച്ചക്കാരനെ പോലെ തോന്നുന്നുണ്ടോ? എത്ര ധൈര്യമുണ്ട് നിനക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ? എനിക്ക് ദേഷ്യം വന്നാൽ വെട്ടിത്തുണ്ടോട്ടും. ഇനി ഒരു പ്രാവശ്യം നിങ്ങളെ ജെട്ടിയില്ലാതെ കണ്ടാലുണ്ടല്ലോ, കട്ട് ചെയ്ത് കളയും ഞാൻ. എന്നാ ഓട് ഓട് ഓടാൻ. ഇങ്ങ് വന്നേ. ആ ദേ വന്നു, എത്തിക്കഴിഞ്ഞുന്നേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാത്തിനേക്കാളും വളരെ പ്രധാനപ്പെട്ടത് എന്താ? ശുദ്ധമായിരിക്കേണ്ടത്. നമ്മുടെ മോഡി അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വച്ഛ് ഭാരത് എന്നല്ലേ. നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുന്നത് മാത്രമല്ല, വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം ഒരു ബാഗിൽ ഇട്ടിട്ട് അങ്ങനെ എന്റെ അടുത്ത് കൊണ്ടുവന്നേ. ഇത്രയും സംസാരിച്ചിട്ട് ആരും കാണുന്നില്ലല്ലോ. ഇവിടുന്ന് ആരും ഇല്ലേ? വരൂ സാർ, വരൂ വരൂ മാഡം, വരൂ. നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് എന്റെ വണ്ടിയിലിടൂ. പെട്ടെന്നാവട്ടെ, എല്ലാവരും കൊണ്ടുവന്ന് വിടൂ. വേഗം. നീ എന്തായി ചെയ്യുന്നേ? വേസ്റ്റ് ഇടേണ്ടത് എന്റെ തലയിലല്ല, എന്റെ വണ്ടിയിലാ. ക്ലിയോപാട്ര, എന്താ ഇത്? വേസ്റ്റ് തന്നെ വേസ്റ്റ് ഇടാൻ വന്ന പോലെ ഉണ്ടല്ലോ. എന്താ മീനാക്ഷി, ഭർത്താവ് വീട്ടിലില്ലല്ലോ, പിന്നെന്താ എത്ര പാക്കറ്റ്? എന്ത് പാക്കറ്റാ? പാലും പാക്കറ്റ്. പറഞ്ഞിട്ട് പോലും കണ്ടില്ലേ? എടാ ദേ മല്ലി വരുന്നു. പെണ്ണി ഉണ്ടാവേണ്ട ഒരു ലക്ഷണം നിനക്കില്ല. അതായിരിക്കും നിനക്ക് ഇഷ്ടമല്ലാത്തത്. ശരി ശരി, നിനക്ക് വേണ്ടി ടിഫിൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, കഴിക്കും. നിന്റെ അമ്മ ഉണ്ടാക്കിയതാണോ? ഒരു നായ പോലും അത് കഴിക്കില്ല. നായ പോലും കഴിക്കില്ല. അങ്ങോട്ട് നോക്ക് നോക്ക്. മുഴുവനും തീർക്കല്ലേ? അടിച്ചു മാറ്റി കഴിക്കുന്നു. എല്ലാം തിന്ന് തീർത്തല്ലേ? എന്താടാ ഇത്? അവന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊണ്ടുവന്നാ ഇഷ്ടാവെന്ന് പറഞ്ഞിട്ട് എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. നിന്റെ കളി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, പെട്ടെന്ന് വീണോളൂ. സമയമായി വാടാ. ഒന്ന് നിർത്തടാ.
മതി. ഒച്ചത്തോട് കൊട്ടാ കൊട്ടേ കളിക്കടാ. വന്നല്ലോ മിണ്ടാതിരിക്കേ. എടി നീ എന്തൊരു പെണ്ണടി ഇങ്ങനെയും കുടിക്കാവോ? എടി കുപ്പി തരാനാ പറഞ്ഞത്. നിന്റെ അച്ഛൻ വിളിക്കുന്നു. എന്താണ് ഇപ്പൊ അയാളുടെ കാര്യം ഓർമ്മപ്പെടുത്തിയത്? നമ്മുടെ കുപ്പി എങ്ങനെ അവൻ അവന്റെ അച്ഛന് ഇഷ്ടമല്ലെന്ന് അറിയാലോ, പിന്നെ എന്തിനാ ഓർമ്മപ്പെടുത്തിയത്? എന്തിനാ ഇതിപ്പോ സംസാരിച്ച്? നിങ്ങൾക്കറിയാഞ്ഞിട്ടാ എന്റെ അമ്മ മരിച്ചുപോയ ഉടനെ ആ നാല് കൊച്ചി പോയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അയാളെ നേരിൽ കാണുകയാണെങ്കിൽ ഞാൻ വെട്ടിയറിയും. ഷാപ്പി വന്നു കഴിഞ്ഞാൽ ജോളിയായിട്ട് പാർട്ടി ചെയ്യാതെ എന്തിനാടാ അവന്റെ അച്ഛനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ? അവന്റെ മുഖം കാണുമ്പോ സഹിക്കുന്നില്ല, ഒന്ന് ചിരിക്കടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു സുഗു. ആലത്തിയൂർ വാഴും ആഞ്ജനേയ സ്വാമി, മല്ലികാർജുനന്റെ മഹിയേറും ഭൂമി. പാലക്കുർത്തി വാഴും സോമന്ന സ്വാമി, പുട്ടപ്പർത്തി വാഴും സായി എന്ന സ്വാമി. മണ്ണിൽ മനുജന്മങ്ങളിൽ ആരാധനയേറും പൊരുളോ, മുക്കോടി ദേവതയ്ക്ക് മുപ്പാരിൽ നേരും ഭജനം. ഈ മനസ്സിനുള്ളിൽ പ്രണവമന്ത്രമേളങ്ങൾ ഉണരും ചലനം. ഒരു നൂറ് താണ്ടി കാലുരച്ചു മണ്ടി, മനസ്സുരുണ്ട വണ്ടി അത് പലയിടത്ത് തെണ്ടി. പങ്കുവച്ചു നമ്മൾ മധുരങ്ങൾ നാവ് തീണ്ടി, ആർത്തി കൊണ്ടുവായി നിറച്ച് മാനസങ്ങൾ മിണ്ടി. ഉലകിൽ നമ്മൾ ഒന്നാവും ആസ്വദിച്ചു കാലം താണ്ടി. ഈ ഭൂഗണിയിൽ നാം പുലരും പൂവണിയിൽ തേനും തേടി. പാൽക്കാവടികൾ ആടി വരും പാതിവയിൽ പാരകൾ ചൂടി. പാടുമുടൽ കറങ്ങി നാം താരകപ്പഴന്നുള്ളി വീഞ്ഞുകൂടം മോന്തി. നാലാള് കൂട് നിരത്ത് നാടകങ്ങൾ കാട്ടി. ആട്ടവും കടന്നു പോകെ നാം തളർന്നു വാടി. പാപമില്ല പാപിയല്ല പാപമാണ് നെഞ്ചകങ്ങൾ. നന്മ തിന്മ തിരയാറുണ്ടോ? ഈ ലോകത്തിൻ രോമാഞ്ചക്കാറ്റായി കൂടി കലരാം. ഈ ജാലമായ ജീവിതത്തെ ജ്വാലകളായി മാറ്റും നമ്മൾ. അതിൽ മുത്തുകളെ തേടി നോക്കാം, ഇനി 10 കാശ് തേടി നോക്കാം. അതുകൊണ്ട് നമ്മൾ വാഴ്ന്നു നോക്കാം. തൈ കെട്ടി വടം കെട്ടിയ പണികൾ വേണ്ട, മാസം മാസം കാത്തിരുന്ന പണവും വേണ്ട. കൂലിവേല ചെയ്ത് 4 കാശ് കശക്കാം. നാളെ എന്ന ചിന്ത വേണ്ട, ഇന്ന് തന്നെ വാഴാം. അന്നമെന്ന ദേവതയ്ക്ക് കുമ്പിടുന്ന നേരം എന്റെ കുമ്പകൾ നിറഞ്ഞു പോകിടോ. ഈ ലോകത്തിൻ രോമാഞ്ചക്കാറ്റായി കൂടി കലരാം. ഈ ജാലമായ ജീവിതത്തെ ജ്വാലകളായി മാറ്റും നമ്മൾ. അലവലാദികളെ, ഇനി ആരെങ്കിലും എന്റെ മുമ്പിൽ കണ്ട എല്ലാത്തിനും ഞാൻ തൂത്തുപറക്കി ശരിയാക്കി തരും. പറഞ്ഞില്ലെന്ന് വേണ്ട.
മല്ലികേ ദാ വരുന്നു അമ്മേ. ആന്റി ഈ ദോഷം കൂടി ചേർത്താ 12 ദോഷം കേട്ടോ, കണക്കിൽ വെച്ചോളൂ. എടാ നീ കാശ് തരാതെ പറ്റിച്ച് പോയാലല്ല ഈ ചട്ടുകം കൊണ്ട് പഴിപ്പിച്ചാണ് ഞാൻ. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കാശിന്റെ കാര്യം പറയുമ്പോ ഓടി പോകുന്ന കടല് ചേറ്റകള്. എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നേ? അലറാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എടുത്തോണ്ട് പോ. ഇത് കൊണ്ട് ആഫീസിലേക്ക് കൊടുക്ക. ആ ശരി. നിക്ക്. വഴിക്ക് വെച്ച് കാണുന്ന തെണ്ടികൾക്കെല്ലാം പാവം നോക്കി വിളമ്പാൻ നിന്നാലുണ്ടല്ലോ കയ്യും കാലും ഒടിച്ച് ഞാൻ അടുപ്പത്തിടും. ആ ആയിക്കോട്ടെ. ഇന്നാ ഇതിനു വേണ്ടിയാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. എന്ത് പറ്റാ? നീ ഒളിമ്പിക്സിൽ ഓടാൻ പോയിരിക്കായിരുന്നോ? ഞാനിപ്പം പറയുന്നത് കേട്ടാലേ നിങ്ങളും ഓടും റേസ്. എന്ത് പറ്റാ? നമ്മുടെ രാജീവില്ലേ, അവന്റെ പണി തീർന്നാ? മല്ലിക്ക് വേണ്ടി ചെക്കൻ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്താ പറഞ്ഞു? ചെക്കനെ അന്വേഷിക്കുന്നു? എടാ മോനെ, കണ്ടിട്ട് എത്ര കാലായി. നീ ഇപ്പൊ കൊച്ചിയിൽ എന്തെടുക്കുവാന്നേ? ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അത് കള മല്ലിയുടെ കല്യാണ കാര്യം എന്തായി? ഇഡ്ഡലിയും ദോശയും വിറ്റ കാശ് വെച്ച് വയറ് തന്നെ നിറയ്ക്കാൻ കഴിയുന്നില്ല, പിന്നെ ഇല്ല കല്യാണത്തിന്റെ കാര്യം. മല്ലിയുടെ കല്യാണത്തിനെ കുറിച്ച് പേടിക്കണ്ട, ഞാനില്ലേ, ഞാൻ നോയിക്കോളാന്നേ. എങ്ങനെയാടാ? കൊച്ചിയിൽ മഹാലക്ഷ്മിയെ സന്തോഷിപ്പിക്കാൻ വലിയൊരു പൂജ നടക്കുന്നുണ്ട്. യോഗ്യതയുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കുവാൻ സാധിക്കൂ. അങ്ങനെ പങ്കെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ശരീരം മുഴുവൻ ആഭരണങ്ങൾ അണിയിച്ച് പൂജ കഴിഞ്ഞതിന് ശേഷം 10 ലക്ഷം രൂപ കാശായിട്ടും കൊടുക്കുന്നതാണ്. 10 ലക്ഷമാണോ? ഇതാരും അറിയാൻ പാടില്ല. ആട്ടെ, മല്ലി ജനിച്ച നാളെന്താണ്? ജൂൺ 8-ാം തീയതി. അവളുടെ നക്ഷത്രം എന്താണെന്ന്? മൂലനക്ഷത്രം. മൂലനക്ഷത്രമോ? മല്ലി ഇപ്പൊ എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. വിളിക്കാദ്യ അവളെ. മല്ലികേ, മോളെ മല്ലികേ. മല്ലി, മല്ലി. എന്താണ് തണ്ടികളെ കേട്ടത് അലറുന്നത്? എന്താ മല്ലിക്ക് കല്യാണം ആലോചിക്കാത്ര? കല്യാണമോ? എന്താ രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. പോയിട്ടാ ഇവിടുന്ന്. അങ്ങയുടെ ഭാവി മരുമോനെ ആക്ഷേപിക്കുകയാണോ? വലിയ ഭാഗവലി നായകനാന്ന വിചാരം. മോന്ത കണ്ടില്ലേ? ഏതവനാണ് മരുമകൻ? ഞാൻ തന്നെയാണ് മരുമകൻ. എന്തിയാ അകത്താണോ? ആ മണവണാച്ചനോട് പുറത്തോട്ടിറങ്ങിയാ പറ. പുറത്തേക്ക് കടന്നു വരൂ. പുറത്തേക്ക് വരൂ. ഇതെന്താണ് കിളവനാണല്ലോ? ഈ തെണ്ടികളോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? വല്ലതും കൊടുത്തു വിട്, പോയിക്കോളൂ. വയസ്സും കാളെ പോലുണ്ടല്ലോ. തനിക്കെന്റെ മല്ലിയെ വേണോ? നിനക്ക് കല്യാണം കഴിക്കലാണോ അതോ ദുബായി കൊണ്ടുപോയി പെണ്ണുങ്ങളെ വിൽക്കലാണോ ജോലി? ദുബായിക്കാരനോ കൊറിയക്കാരനോ വിറ്റോളാം. നിനക്കെന്താടാ പ്രശ്നം? എന്താണ് വിളിച്ചത്? എടാ അതെ, അവൾക്ക് വേണ്ടി ഇനി ഒരു ചെക്കനെ അന്വേഷിക്കുന്ന അറിഞ്ഞാണല്ലോ വെട്ടി തുണ്ടുവാക്കി കളയും. ചെക്കനെ അന്വേഷിക്കുന്നതാണ് നിന്നോട് ആരുടെ പറഞ്ഞത്? ഏതോ പൂജാ കർമ്മങ്ങളിൽ അവളെ ഇരുത്തി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടുന്ന എന്റെ അനിയൻ പറഞ്ഞോണ്ടിരിക്കുന്നു. പൂജയ്ക്ക് മല്ലിയെ കൊണ്ട് അവിടെ ഇരുത്തതിന് പകരം അവന്റെ പെണ്ണുമ്പിളെ കൊണ്ട് അവിടെ ഇരുത്താൻ പറ. ഈ സുഗുവിന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം മല്ലിത ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അവളെ കെട്ടിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടി ഞാൻ. ആരാടാ നിന്നോട് ഇങ്ങനെ പറഞ്ഞത്? മല്ലികയെ നിനക്ക് മാത്രമേ കല്യാണം കഴിപ്പിച്ച് തരൂ ഞങ്ങള്. നീ വിഷമിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. നീ പോ. നീ ഇവിടെ നിന്ന് അവൾക്കൊരു പേര് ദോഷം കേൾപ്പിക്കരുത്. പോ മോനെ, പോ മോനെ, പോ. ആനന്ദം നീയേ, ആനന്ദം നീയേ എന്നോമനേ. സ്നേഹനിലാവിൻ പൂവേ, ആരോമൽ പൂന്തേനെ, മോഹം കൊണ്ട് കിനാവിൻ മിന്നൽ തെല്ലുതരാം ഞാൻ. വെയിൽ മാളികയിൽ മഞ്ഞിൻ നെഞ്ചിൽ ആനന്ദം നീയേ.
ചിരിയിൽ മധു നിറയുമ്പോൾ മഴവിൽ പോലെ പൂവുകൾ പെയ്യും. മനസ്സൊരു മൗനരാഗമായി കുറുകും നേരം പ്രണയ സരോദ പോലെ നീ ഹൃദയമിടിപ്പും. ആകാശനിലാവിലെ ആലിലപ്പൂമ്പൈതരെ ശലഭം പോൽ നാം മാറാ. ആനന്ദം നീയേ എന്നോമലേ സ്നേഹനിലാവിൻ പൂവേ ആരുമൽ പൂന്തേനേ. മോഹം കൊണ്ടു കിനാവിൻ മിന്നൽ തെല്ലു തരാം ഞാൻ. നീയായി മണ്ണിൽ നിഴൽ വരയാം ഞാൻ. ഇശലിൻ നിഴലായി ഇരു ഹൃദയങ്ങൾ. ശിലയിൽ സ്നേഹം മുഖമേകുമ്പോൾ അതിൽ നീ പതിയെ ഉയിരുണരുന്നു. അരികെ വേനൽ നൊമ്പരം അലിയും നേരം വരമായി വന്ന മാരനെ അരികിൽ ചായാം. എന്നും നിൻ മാറിൽ ഞാൻ പെയ്യും നേരം എന്നിൽ മധുരം പാടും. ആനന്ദം നീയേ എന്നോമലേ സ്നേഹനിലാവിൻ പൂവേ ആരോമൽ പൂന്തേനേ. മോഹം കൊണ്ട് കിനാവിൻ മിന്നൽ തെല്ലു തരാം ഞാൻ. വെയിൽ മാളികയിൽ മഞ്ഞിൻ നെഞ്ചിൽ. ആനന്ദം നീയേ എന്നോമലേ സ്നേഹനിലാവിൻ പൂവേ ആരുമൽ പൂന്തേനേ. മോഹം കൊണ്ട് കിനാവിൻ മിന്നൽ തെല്ലു തരാം ഞാൻ. എന്താ രാമേന്ദ്ര ഇപ്പോഴാണോ നാട്ടിൽ നിന്ന് പറഞ്ഞേ? എന്താടാ കൊച്ചിയിൽ നിന്റെ മറ്റേ സെറ്റപ്പ് ഒക്കെ എന്ത് പറയണോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം ആരാന്നറിയോ? ഒന്ന് താനും ഇന്നൊന്ന് തന്റെ മകനും. എന്തിനാണ് അങ്ങനെ നോക്കുന്നത്? തല്ലണം തോന്നുന്നുണ്ടോ? തല്ലടാ. തെറി വിളിക്കണം തോന്നുന്നുണ്ടോ? വിളിക്കേ. വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയടാ. എനിക്കൊന്നും പറയാനില്ല. എടാ, ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തത്? ഒരുപാട് ചെയ്തു കഴിഞ്ഞു. എന്റെ പെറ്റമ്മയെ കൊന്നു, എന്നെ അനാഥനാക്കിയിട്ട് ഈ നാട് വിട്ട് ഓടിക്കളഞ്ഞു. വേറൊരുത്തിയെ സെറ്റപ്പ് ആക്കിക്കൊണ്ട് കൊച്ചിയിൽ ജീവിതം തുടങ്ങി. അതുകൊണ്ടാ തന്നെ കാണുമ്പോൾ എനിക്ക് വെറുപ്പ് വരുന്നത്. തനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം നല്ലതായി തീർന്നേനെ. എന്റെ മനസ്സിൽ താൻ പണ്ടേ ചത്തു കഴിഞ്ഞു. പോ ഇവിടെ നിന്നേ, പോ. എന്റെ ചെറുപ്രായത്തിൽ ഞാൻ മദ്യത്തിന് അടിമയായി നിന്റെ അമ്മയെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ടടാ. പക്ഷെ ആ തെറ്റൊക്കെ ഞാൻ മനസ്സിലാക്കി. നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കാമെന്ന് കരുതുമ്പോ അവൾ എന്നെ അനാഥയാക്കിയിട്ട് പോയി കളഞ്ഞടാ.
എടാ, നിന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു. എന്നെ ഇന്ന് വരെ നിങ്ങൾ സന്തോഷിപ്പിച്ചിട്ടില്ല. ഞാനില്ലാണ്ടായ എന്റെ മോൻ അനാഥനാവും. അതുകൊണ്ട് അവനെങ്കിലും നല്ലൊരു വഴി കാണിക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് സത്യം വാങ്ങിച്ചിട്ടാണ് പോയത്. സുഖു, ഈ 15 കൊല്ലമായിട്ട് നിന്നിൽ നിന്നും ഒരുപാട് അകന്നു നിന്നത് ഒരുത്തിയുടെ കൂടെയും സന്തോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലടാ. നിന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നടാ. നിനക്ക് വേണ്ടി 4 കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാശുണ്ടാക്കിയടാ, ഒരുപാട് കാശുണ്ടാക്കിയടാ. സുഖു, അകത്ത് ചെന്നാ സഞ്ചി എടുത്തോണ്ട് പോടാ. വേഗത്തിൽ ഞാൻ പറയുന്നത് കേക്കടാ സുഖു. ഈ കാശും കൊണ്ട് നീ കൊച്ചിയിലോട്ട് പോടാ. നിന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ സന്തോഷത്തോടെ ജീവിക്കണോടാ. ഒരു നേരം കഴിച്ചാലും സമാധാനത്തോടെ കയറി കിടക്കാൻ ഒരു വീട് വാങ്ങു മോനെ. മോനൊരു വീട് വാങ്ങുന്നത് വരെ ഇക്കാര്യം ആരോടും പറയരുത്. നിന്റെ കൂടെ കറങ്ങുന്ന നിന്റെ കൂട്ടുകാരോട് പോലും ഇത് പറയാം. നമുക്ക് ആശുപത്രി പോവച്ച, ഞാൻ കൊണ്ടുപോവച്ച. വേണ്ടടാ സുഖു, ഞാനിനി സന്തോഷത്തോടെ പോയിക്കോളാം. നിന്റെ അമ്മയുടെ അടുത്ത് തന്നെ ഞാൻ പോയിക്കോളാം. ഇത്രയും കാലം മോനെ ശ്രദ്ധിച്ചില്ലെന്നും വെച്ച് എന്നെ വെറുത്ത് കളയല്ലേടാ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കും മോനെ. തീർച്ചയായിട്ടും മോൻ വീട് വാങ്ങണം. ഒരു വീട് അത് അത്യാവശ്യമാണ് മോനെ. എന്റെ പഠിപ്പിത്തിരി കുറവായിരുന്നെങ്കിലും അച്ഛന്റെ ജോലി തന്നെ അവരെനിക്ക് തന്നു. എന്തായാലും അവിടെ പോയേ പറ്റൂ. ഞാൻ അവിടെ പോയി സെറ്റായി കഴിയുമ്പോൾ നിങ്ങളെല്ലാം വിളിക്കുക, അപ്പോ വരണം. നിന്റെ അച്ഛൻ എവിടുന്നോ ഇത് പെട്ടെന്ന് വന്നിട്ട് വന്ന സ്പീഡിൽ തന്നെ വടിയായി പോയല്ലോ. അയാളുടെ ജോലി എങ്ങനെയാ നിനക്ക് തന്നിരിക്കുന്നത്? ഈ ജോലിയുടെ പേരും വെച്ച് നീ കൊച്ചിയിലേക്ക് പോകാൻ നോക്കുന്നു. ഇതൊക്കെ എന്തോ സ്വപ്നം പോലെ ഉണ്ടാ. നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട. ഞാൻ എവിടെ പോയാലും എന്റെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. എടാ, ഞങ്ങളെ വിട്ടേക്കടാ. ആദ്യം നീ അവളെ പോയൊന്ന് സമാധാനിപ്പിക്കേ. സമാധാനിപ്പിക്കാൻ ബാഗ് എന്തിനാടാ? ബാഗ് എന്തിനാ ചോദിച്ചാൽ ഇവനെന്തിനാ ഇരിക്കുന്നത്? സുഖു എന്താണ് കാണിക്കുന്നതെന്ന് അങ്ങേക്ക് മനസ്സിലായോ? എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എല്ലാം പുതുമയുള്ള കാര്യങ്ങളാണല്ലോ. കരയാതെ മല്ലി. നീ ഇല്ലെങ്കിൽ എന്റെ അമ്മനെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കും സുഖു. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല. നിന്റെ കരുത്തി താലി കിട്ടുന്ന ഈ ഞാനായിരിക്കും. നീ എന്നെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായും മരിക്കും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, കേട്ടില്ല? എടാ സുഖു, താങ്കളുടെ വാഹനം വന്നിരിക്കുന്നു. അതിന്റെ താഴെ നിന്റെ തല വെച്ചാൽ എല്ലാം ശരിയാവും. എടാ സുഖു, വണ്ടി വന്ന് കണ്ടില്ലേ? വണ്ടി നോക്കണേ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കാം. ഇന്നലെ നിങ്ങൾ കൊടുത്ത എമൗണ്ട് ഒക്കെ ക്ലിയർ ആയി സാറേ, ഒന്ന് ചെക്ക് ചെയ്യേ. മാതി നിർത്തണുണ്ടോ? ആ ബ്രോക്കർ എന്ത് ചെയ്യേ? ഞാൻ എവിടെ ഉണ്ട്? ദേ സാറേ വന്നു. ഹലോ, ഹായ്. മൈ നെയിം ഇസ് രമണ, 7 ഹിൽസ് രമണ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ എന്താണെങ്കിലും വിറ്റ് തരും. 2 ദിവസം മുമ്പായിരുന്നു അനകൊണ്ട ഡയറക്ടറിനെ 7 മല മണിക്കൂറിൽക്കകം വിറ്റ് കൊടുത്തത്. ആദ്യം എന്റെ ഫ്ലാറ്റ് വിറ്റ് തന്നേ. എന്താ പറ്റിയേ? ആഫ്റ്റർ ഓൾ ഒരു ഫ്ലാറ്റ്. ഇന്നലായിരുന്നു ലാലേട്ടന് വേണ്ടി ഒരു പ്ലോട്ട് വിറ്റ് കൊടുത്തത്. ഷോക്കാവണ്ട, നമ്മുടെ സ്ഥലത്ത് തന്നെയാ. കിങ് ഫിഷറുടെ എല്ലാ ഫ്ലൈറ്റ്സും വിറ്റ് കൊടുത്തത് ഞാനല്ലേ. ബ്രോക്കർ കമ്മീഷൻ തരാത്തോണ്ടേ ഒരു ഫ്ലൈറ്റ് ഞാൻ തന്നെ അങ്ങ് എടുത്തു. പിന്നെയല്ലേ ഈ ചെറിയ ഫ്ലാറ്റ്. കൊറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ആരും വാങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. അതെയോ? ആക്ച്വലി ഫ്ലാറ്റിൽ എന്താണ് പ്രശ്നം? പ്രേതമാണ് പ്രശ്നം. അത് വിൽക്കണ്ട, അങ്ങനെ തന്നെ വിട്ടേക്കാന്ന് വിചാരിച്ചു. പക്ഷെ കുടുംബ ജോത്സ്യരാ പറഞ്ഞ് അത് വിറ്റില്ലെങ്കിൽ എനിക്ക് പ്രശ്നമായിരിക്കും. ആ പ്രോപ്പർട്ടിയുടെ വില 2 കോടി രൂപയാ. ഇനിയിപ്പോ എത്ര അങ്ങോട്ട് കുറഞ്ഞാലും ശരി, ആ ഫ്ലാറ്റ് വിറ്റേക്കാം. ആ അപ്പാർട്ട്മെന്റ് സംബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി എത്ര കുറഞ്ഞാലും സാരമില്ല, നീ അത് വിറ്റ് തന്നേക്ക്. യു ഡോണ്ട് വറി. നിങ്ങളുടെ പ്രേതമുള്ള ഫ്ലാറ്റ് ഞാൻ പെട്ടെന്ന് വിറ്റ് തരാം. നമുക്ക് വേണ്ടി ഒരു മണ്ടനെ ദൈവം കാണിച്ചു തരും.
വീടൊക്കെ എന്തൊരു വലിപ്പോ. എന്റെ റേഞ്ചിന് ഇവിടെ ഒരു വീട് പോലും കിട്ടില്ലെന്ന് തോന്നുന്നു. വീട് വിൽക്കപ്പെടും. അടിപൊളി. ഇവിടെ ചോദിച്ചു നോക്കാം. സാർ, ആരാടാ അത്? വീട് വാങ്ങാൻ വേണ്ടി വന്നതാ സാറേ. കയറി വരാൻ പറ. നമസ്കാരം സാർ. ആരാടാ നീ? പുറത്ത് വീട് വിൽക്കാനുണ്ടെന്നുള്ള ബോർഡ് തൂക്കിയിട്ടിട്ടില്ലേ? അതെ. അതിനെന്താ? ഒരു വീട് വേണം സാർ. ആർക്കാ? നിനക്കോ നിന്റെ മുതലാളിക്കോ? എനിക്കാണ് സാർ. ആളെ കണ്ട് സാർ വിലയിടണ്ട. ഈ ബാഗിൽ മൊത്തം 20 ലക്ഷം രൂപയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതാ അവിടെയാണത്. വാവ്, 20 lakhs. കേൾക്കാൻ തന്നെ എന്താ രസം. അനിയ ചേട്ടാ, my name is Seven Hills. What is your name? എന്റെ നെയിം സുഗു എന്നാ ചേട്ടാ. SUGUMANDAN 095601 0 മാറ്റി കഴിഞ്ഞാൽ 1. നിനക്ക് ഭാഗ്യം കുറച്ചൊന്നല്ല, അതുകൊണ്ടല്ലേ എന്റെ അടുത്ത് വന്നിരിക്കുന്നേ. നിനക്ക് 20 ലക്ഷത്തിന് വീട് വേണ്ടേ? അതാണ് വേണ്ടത് ചേട്ടാ. കറക്റ്റ് ചേട്ടാ. കയ്യിൽ 20 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നോക്ക്, ഇത് കണ്ടില്ലേ? റെഡി ക്യാഷ്. വെരി ഗുഡ്. ഈ വീട് വിൽക്കാനും വാങ്ങാനേ എന്റെ കയ്യിൽ കുറച്ച് സ്പെഷ്യൽ ടെക്നിക്സ് ഒക്കെ ഉണ്ടെന്നേ. സത്യമായിട്ട് വാങ്ങി തരില്ലേ ചേട്ടാ? 20 ലക്ഷത്തിന് നല്ല അടിപൊളി വീട് കിട്ടും. നമുക്ക് നോക്കാം. ഇതാണ് മണിമംഗലം. മണി മീൻസ് ക്യാഷ്, മംഗളം മീൻസ് എല്ലാം ശുഭം. ഇവിടെ വീടുണ്ടെങ്കിലേ കോടീശ്വരനാകും. ഓഹോ, ഈ ഏരിയയിലൊക്കെ വീട് കിട്ടുന്നതേ അത്ര എളുപ്പമുള്ള കാര്യമല്ല അനിയാ. അതെ ബ്രോ, ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള വീട് ആ കാണുന്നതോ? കൊള്ളാവോ? കൊള്ളാം ചേട്ടാ, നന്നായിട്ടുണ്ട്. ഇവിടുത്തെ വാച്ച്മാനും കാണുന്നില്ലല്ലോ. എനിക്കിതെങ്ങനെ അറിയാം ചേട്ടാ? ഞാൻ ബ്രോനോടല്ല പറഞ്ഞത്, ഇവിടുത്തെ വാച്ച്മാനെ കാണുന്നില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ഇത്രയും വലിയ വീടായിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എല്ലാവർക്കും എന്നെ പോലെ നല്ല ബ്രോക്കറിനെ കിട്ടണ്ടേ, നിനക്ക് കിട്ടിയ പോലെ. ചേട്ടാ, ഇതാണ് വീട്. അകത്തേക്ക് ചെന്നോ. ചേട്ടനും കൂടി അകത്തെ എനിക്ക് സിഗ്നൽ കിട്ടില്ല. ഞാൻ പോയി കോൾ ചെയ്തിട്ട് വരാം. ചെല്ല് ബ്രോ, പോയി വീടൊക്കെ ഒന്ന് കാണ്. നീ വീട് കണ്ടാ പോരെ? നോക്കിയേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, സത്യമായിട്ട് ഈ വീട് എനിക്കുള്ളത് തന്നെയാണോ ചേട്ടാ? ഈ വീടായതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ചെല്ല്, എല്ലാം നന്നായിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഈ തേയിലൊക്കെ കറങ്ങിയുണ്ടല്ലോ. വീടാണല്ലോ, കാണാൻ നല്ല താജ് ഹോട്ടൽ പോലെ ഉണ്ട്. ഇതാണോ ഈ മോന്തയ്ക്ക് ഞാൻ 20 ലക്ഷത്തിന് വിൽക്കുന്നത്? പ്ലാൻ ബി. പ്രദീപ, സോറി മിസ്റ്റർ പ്രദീപ് സർ, നിങ്ങൾ മണിമംഗലത്തെ ഒരു വീട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ബാക്ക് സൈഡുള്ള അപ്പാർട്ട്മെന്റിലെ 4th ഫ്ലോറിലെ വീട് ശരിക്കും അതന്നെയാണോ? അതാണല്ലേ. വീട് കൊട്ടാരം പോലെ ഉണ്ടല്ലോ. ഇതാണോ 20 ലക്ഷത്തിന് വിൽക്കുന്നത്? ശരിക്കും ഇവിടെ പ്രേതം ഉണ്ടോ? വന്നു ചേട്ടാ. ഉണ്ട് ചേട്ടാ. ചേട്ടാ പലറിയത് ഒന്നുമില്ല. നിനക്ക് വീട് ഇഷ്ടമായോ? വീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചേട്ടാ. ചേട്ടാ, ഒരു ചെറിയ ഡൗട്ട്. എന്താ? ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് സ്വന്തമായിട്ട് കിട്ടില്ലേ? ഈ വീട്ടിലുള്ള കല്ല്, മുള്ള്, ചെടി, ഇല, മരം എല്ലാം നിന്റെതാ. നീ തന്നെ യൂസ് ചെയ്തോ? ചേട്ടാ, ചേട്ടാ, ഈ സിനിമയിലൊക്കെ കാണുന്ന വീടില്ലേ, അതുപോലെ തന്നെയുണ്ട് ചേട്ടാ. അടിപൊളിയായിട്ടുണ്ട്. തൊട്ട് നീ സിനിമയിലുള്ളത് ഒന്നുമില്ല. ഈ വീട് നിനക്കാണ് പെർഫെക്റ്റ് മാച്ച്. ഈ വീട്ടില് ആരോ താമസിക്കുന്ന പോലെ തന്നെ വൃത്തിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. ചേട്ടാ, വാ തോരാ സംസാരിച്ചിരുന്ന ചേട്ടനാ ഇപ്പൊ മിണ്ടായിരിക്കുന്നത്. ജോലിക്കാരി ദിവസം ഇവിടെ വന്നിട്ട് വൃത്തിയാക്കിട്ട് വീണ്ടും വീട്ടിലേക്ക് വരട്ടെ. ചേട്ടാ, ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ വീട് ചുറ്റി കണ്ടു. അതിനെന്താ, എത്ര വേണം എല്ലാം ചുറ്റി കാണാം. താങ്ക്സ് ചേട്ടാ. കണ്ടല്ലോ, എങ്ങനെയുണ്ട്? സൂപ്പർ. വേണ്ടത് ഒരു ഡൗട്ട് കൂടി. വീണ്ടും ചോദിക്കുന്നോട് തെറ്റിദ്ധരിക്കില്ലേ? വീണ്ടും എന്താടാ? വീടിന്റെ കൂടെ ഇവിടുള്ള സാധനങ്ങൾ എല്ലാം എനിക്ക് തരൂല്ലോ അല്ലേ? ഈ സാധനങ്ങളോ? എല്ലാം. അതെ ചേട്ടാ. ഈ ചെയർ, TV, ടീപോയ്, കിച്ചണിലെ സോഫ എല്ലാം നിനക്ക് തന്നെ. എടുത്തോ, എല്ലാം നിനക്കാ. അപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യാലോ. വെയിറ്റിംഗ്. പെട്ടെന്ന്. ഇനി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം.
എന്താ നീലകണ്ഠ, നല്ല സന്തോഷത്തിലാണല്ലോ ഉള്ളത്. അങ്ങയുടെ കൃപയാൽ ഞാനും എന്റെ മോനും ഇപ്പൊ രാഷ്ട്രീയത്തിലാണ് ബാബ. നല്ല പദവിയിലാണ് ബാബ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നരബലി സാധാരണ കാര്യമല്ല, അതിന്റെ ശക്തിയെ വേറെ. അതെ ബാബ. നീ പറ. ഒരു ചെറിയ സംശയമുണ്ട് ബാബ. സംശയോ? എന്ത് സംശയം? അതായത് ഈ പ്രേതവും ഭൂതവും ഒക്കെ സത്യമായിട്ടും ഉണ്ടോ? അങ്ങനെ ചോദിക്കാൻ കാരണം, ഞങ്ങള് ബലി കൊടുത്ത പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രേതങ്ങൾ ശരിക്കും പകപോക്കാറുണ്ടല്ലോ, അതുകൊണ്ടായി ചോദിക്കുന്നത്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത ആത്മാക്കൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കും. പ്രേതാത്മാക്കളായി ചുറ്റിക്കറങ്ങും. മനുഷ്യനും പാമ്പുകൾക്കും മാത്രമല്ല, അതുപോലെ പ്രേതങ്ങൾക്കും പകയുണ്ട്. പേടി തോന്നുന്നു ബാബ. പേടിക്കരുത്, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം. ഓ മൈങ്കരിങ്കരിങ്കാൻസാ. ആഹാ, എന്തൊരു സൂപ്പർ പാട്ടാണ്. ഇത് അച്ഛന് വേണ്ടിട്ട്. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛാ. അച്ഛൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല അച്ഛാ. ദയവേത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛാ. അച്ഛാ, അച്ഛൻ അച്ഛാ. ഇവിടെ എന്തായി നടക്കുന്നത്? ഇന്നലെ മൊത്തം നാശമായി കിടന്ന ഈ ബെഡ്ഷീറ്റ് രാവിലെ ആരെങ്ങനെ വൃത്തിയായിട്ട് വിരിച്ചിട്ടിരിക്കുന്നത്? ഓ, ഇന്നലെ രാത്രി ഈ മുറിക്ക് എന്തോ പ്രത്യേകത ഉള്ളതായി തോന്നിയല്ലോ. തുറക്കം വലിയ പാടാണല്ലോ. ആരെ കഥ അടച്ചത്? ആരെ കഥ അടച്ചതെന്ന് തുറക്കം.
ആരുടെ കഥ അടച്ചത്? ഇവിടെ ആരാണ് ചോദിച്ചത്? അതാരായിരിക്കും? ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി കാട്ടിലെങ്ങനെ ഇറങ്ങിയായിരിക്കും? ആ രാത്രി വെള്ളമൊടിച്ച് ആകെ അലമ്പായി കിടന്ന സ്ഥലമാ. ഇവിടെ ഇപ്പൊ ഭയങ്കര വൃത്തിയായിരിക്കുന്നല്ലോ. വേലക്കാരിയാണെങ്കിൽ വന്നിട്ടുമില്ല. എന്റെ ദൈവമേ. ഇത് കൊള്ളാലോ. നല്ല രസമുണ്ടല്ലോ. ആരാടാ നീ? ഞാനാണോ ഈ വീടിന്റെ ഓണറ്? ആരാടാ നീ? ഞാന് ഓണറ്. ഇവിടെ എന്തിനാടാ വന്നത്? ഞാൻ ഈ വീട് വിലക്ക് വാങ്ങിയതാ. വിൽക്കാൻ അവൻ ആരാണ്, വാങ്ങാൻ നീ ആരാടാ? എന്റെ പേര് സുഖു, അവന്റെ പേരെനിക്ക് അറിയില്ല. ജീവനിൽ കൊതിയില്ലേ നിനക്ക്? എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, ഇനി എന്നെ അടിക്കില്ല, ഞാൻ ചത്തുപോകും. എന്നെ വെറുതെ വിടുന്ന ഞാൻ എടുത്ത് പൊയ്ക്കോളാം. സത്യമായിട്ട് ഓടി പൊയ്ക്കോളാം. ഈ വീട് എന്റെ അല്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. ഈ വീട് എന്റേതാണ്. ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. ഇവിടെ തന്നെ നിൽക്കുന്നത്. നിങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു നമസ്കാരം പറഞ്ഞിട്ട് പോകായിരുന്നു. അയ്യോ എന്റെ ദൈവമേ. അയ്യോ ചോര. അച്ചോ. ഹലോ, ഒരു നല്ല ചരക്കിന് കിട്ടുമോ? എടാ വൃത്തിയിട്ടവനെ, ഞാൻ റിയൽ ബ്രോക്കർ അല്ലടാ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാ. ഫോണേക്കടാ കഴുതേ. ഉറങ്ങാനും സമ്മതിക്കില്ല. ഇപ്പൊ ഏതവനാണെന്ന് അറിയില്ലല്ലോ. ഹലോ, 7 Hills സ്പീക്കിംഗ്. ചേട്ടാ, ഞാൻ അസുഖമാ സംസാരിക്കുന്നത്. താനോ? എന്തു പറ്റി? ചേട്ടൻ എനിക്ക് വിറ്റ വീട് വേറെ പോലെ ഉണ്ടല്ലോ. എങ്ങനെ? വീട്ടിൽ നിന്ന് ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അവന് നല്ലൊരു നൈറ്റ് ഷോ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. ആരും ഇല്ലെങ്കിൽ അവിടെ ആരും ഉള്ള പോലെയൊക്കെ തോന്നുന്നത്.
എനിക്ക് ഭയങ്കര പേടി വരുന്നു ചേട്ടാ. ആ വീട്ടിൽ ഒരുപാട് ദിവസമായിട്ട് ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തായിരിക്കും. ഓഫ് ചെയ്ത് കിടന്നോ? ഭയങ്കര പേടിയാണെങ്കിലേ ഫാമിലിയോട് വന്ന് താമസിക്കാൻ പറ. എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചു പോയതാ. അങ്ങനെയാണെങ്കിൽ നിന്റെ വൈഫിനെ വിളിക്കുക. ഞാൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ചേട്ടാ. അങ്ങനെയാണെങ്കിൽ ഒരു ഫിഗറിനെ കൊണ്ടുപോവാ. ഞാനിപ്പോ ഡീപ് സ്ലീപ്പ് ചെയ്യാൻ പോവാ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. മര്യാദക്ക് ഫോൺ വയ്ക്കേ. ചേട്ടാ 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 എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നേ? ചേട്ടാ എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. ഇതിനു മുമ്പ് ആ വീട്ടിൽ മനുഷ്യരല്ല പ്രേതവും വിശ്വാസം ഉള്ളതുപോലെ തോന്നുന്നു. ഉള്ളത് പോലെന്നല്ല, അവിടെ പ്രേതം ഉണ്ടടാ. ഇപ്പം കൂടി എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി പുറത്താക്കി ചേട്ടാ. എന്താടോ പ്രശ്നം? താൻ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ വെറുതെ പറയരുത്, എല്ലാം നിന്റെ തോന്നൽ മാത്രം. അത്രയും പേടിയാണെങ്കിലേ ഏതെങ്കിലും മന്ത്രവാദിയോ ഡോക്ടറോ സയന്റിസ്റ്റോ ടെററിസ്റ്റോ ആരെങ്കിലും വിളിച്ചത് പൂജ ചെയ്യേ. വെറുതെ യക്ഷിനെ പോലെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. എന്റെ കാശ് എനിക്ക് തിരിച്ചു ഞാൻ നാട്ടിൽ പൊയ്ക്കോളാം. ആ വീട്ടിൽ ഉറപ്പായിട്ടും പ്രേതം ഉണ്ട്. ഉണ്ട് ഉണ്ട് അതുകൊണ്ടല്ലേ നിനക്ക് ആ വീട് 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിറ്റത്. 20 ചേട്ടാ. നിർത്തടാ. എന്താണ് 20 കോടി രൂപയുള്ള വീട് ആരെങ്കിലും 20 ലക്ഷത്തിന് വിൽക്കുവോ? അപ്പൊ തന്നെ ഇതൊക്കെ നീ മനസ്സിലാക്കേണ്ടതല്ലേ. അവിടെ പ്രേതം ഉണ്ടെന്ന്. പ്രേതം ഉണ്ടാവുന്നല്ല, ഉണ്ട്. അതിന്റെ കാര്യം അത് നോക്കിക്കോളൂ. നീ നിന്റെ കാര്യം നോക്ക്. ഓക്കേ? രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 10 രൂപയല്ല 10 പൈസ പോലും ഞാൻ വാങ്ങിച്ചു തരില്ല. മേലാൽ എനിക്ക് കോൾ ചെയ്ത് ഇങ്ങനെ ശല്യം ചെയ്താണ്ടല്ലോ, ബ്രോക്കറെ ഹറാസ് ചെയ്തെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്ത് അതേ പോലീസിനെ വെച്ച് നിന്നെ കൊന്ന് ആ യക്ഷിയുള്ള വീട്ടിൽ തന്നെ നിന്നെ കൊണ്ടാക്കും. ഓക്കെ? ഇനി നീ മേലെ എന്നെ ഫോൺ ചെയ്യരുത്. ഫോൺ വെച്ചിട്ട് പോടാ. ഈ കാശും കൊണ്ട് നീ കൊച്ചിയിലോട്ട് പോടാ. 20 ലക്ഷത്തിന് ഇന്നലെ അടിപൊളി വീട് കിട്ടും. നിന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കണോടാ. ഒരു വീട് അത് അത്യാവശ്യമാണ്. പ്രേതമേ, നിനക്കെന്നെ അത്ര പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കാനാവില്ല. സുഗു ഈസ് ബാക്ക്. നീ എവിടെടി പ്രേതമേ? ഒരു കൊച്ചു പയ്യനോട് കരുതാതെ പട്ടിയെ തല്ലുന്നവരെ തല്ലിയില്ലേ? നിന്റെ അടി കൊണ്ടപ്പോ ഞാൻ പേടിത്തോടെ ഓടിപ്പോന്ന് വിചാരിച്ചോ? 33 കോടി ദൈവങ്ങളെ കൂടെ കൂട്ടിയാടി വന്നിരിക്കുന്നത്. വാടി, ധൈര്യം ഉണ്ടെങ്കിൽ വാ. ജയ് ബജ്രംഗബലി, ഓം നമഃ ശിവായ, അല്ലാ, ജീസസ്. എടീ, ലീഡിങ്ങിലുള്ള എല്ലാ ദൈവങ്ങളും ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇനി നീ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ. പൂച്ചയെ കണ്ട് എലിയും സിംഹത്തെ കണ്ട് മാനം ഓടുന്നത് പോലെ എന്റെ ഈ രക്ഷകൾ കണ്ട് നീ ഓടിപ്പോകുന്ന എനിക്ക് അറിയാവടി. ദൈവത്തിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഈ രക്ഷകൾ കൊണ്ട് പ്രേതമല്ല പ്രേതത്തിന് അപ്പനായാലും ഓടിപ്പോയേ തീരൂ. ഇങ്ങോട്ട് നോക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. ഇത് എന്റെ വീട്, എന്റെ ഇഷ്ടം. ഞാനിവിടെ കള്ളു കുടിക്കും അല്ലെങ്കിൽ ചമ്മറം പറഞ്ഞ് ഇവിടെ ഇരിക്കും. നീ എന്താ പറഞ്ഞേ? ഞാൻ ഓടിപ്പോണമെന്നോ? അയ്യോ അയ്യോ അച്ഛാ, എനിക്ക് പേടിയാണ്. അയ്യോ. ഓ, സിനിമയിൽ ഗ്രാഫിക്സ് കാണിക്കുന്ന പോലെ ഫ്രിഡ്ജിനകത്ത് വരുന്നോ? ഈ സുഗുനെ നീ കൊല്ലാൻ ശ്രമിക്കുവല്ലേ? കള്ളു കുടിക്കാൻ പാടില്ലേ? നോക്കെ, ഇപ്പോ ഞാൻ ബീഡി വലിക്കാൻ പോവുകയാണ്. എന്തോട് ചെയ്യുന്ന വെച്ചോ അങ്ങ് ചെയ്യേ. രാജസേനന്റെ പ്രേതമായാലും അല്ലെങ്കിൽ വിനയന്റെ പ്രേതമായാലും ഇന്ന് നിന്നെ ഞാൻ പോകയാക്കി മാറ്റൂടി. നിന്റെ അവസാനം എന്ന്. യാതൊരു വിലയില്ലാതായി പോയോ? അല്ലെങ്കിൽ ദൈവത്തിനൊന്നും പെട്ടെന്ന് വിളിച്ചാൽ വരില്ലല്ലോ. പണ്ട് മുതലേ വിളിക്കേണ്ടതായിരുന്നു, അല്ലാതെ പെട്ടെന്ന് വിളിച്ചില്ല എങ്ങനെ വരാനാ? നമസ്കാരം, ഞാൻ പോയിട്ട് വരാവേ. ഒരു മിനിറ്റ്, ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചത്? പോയിട്ട് വരാന്നല്ലേ പറഞ്ഞത്? പറഞ്ഞത് തെറ്റിപ്പോയി, ഇനി തിരിച്ചു വരത്തേ ഇല്ല. എടാ സെവൻ ഹിൽസ്, ഈ പ്രേതഭവനം എന്റെ തലയിൽ തന്നെ നീ കെട്ടിവെച്ചോ അല്ലേ? കയ്യിൽ കിട്ടിയാ നിന്നെ ഞാൻ കൊന്നു തരണോ?
ആ മൊട്ടത്തിൽ എന്നെ വെറുതെ വിടില്ലെന്ന് തോന്നുന്നേ. അതെ, അവൻ തന്നെ. ഹലോ. എന്തോടാ നിന്നോട് എന്താ ഞാൻ പറഞ്ഞ? നീ എന്തോ ചെയ്തോണ്ടിരിക്കും? ആരാടാ നീ? ഏയ്, ഞാൻ ആരാണെന്നാ നീ വിചാരിച്ചേ? ഞാൻ വെട്ടുകുത്ത് വേലുവാ. എന്തിനാ അവിടെ പോയി സംസാരിക്കുന്നേ? ഇവിടെ വന്നാലും സംസാരിക്കാലോ. എന്തോന്നാടാ, കളിയാക്കുകയാണോ? ഞാൻ നിന്റെ വീട്ടിൽ ബോംബ് വെക്കും, പറഞ്ഞേക്കാം. ഒരു പാർക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞോണ്ട് അഡ്വാൻസ് വാങ്ങിച്ച് 4-5 മാസമായി. പിന്നീട് നിന്നെ കണ്ടിട്ടേ ഇല്ല. ആ ഫ്ലോറിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അത് സെയിലായി. അപ്പൊ ലുലു മാൾ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ഓ, ലുലു മാളോ? മര്യാദക്ക് എന്റെ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ലുലു മാൾ എനിക്ക് വാങ്ങിച്ചു തന്നേക്കണം, പറഞ്ഞേക്കാം. അത് പിന്നെ രണ്ടിലേതെങ്കിലും ചെയ്തില്ലെങ്കിലേ ശംഖുമുഖം കടപ്പുറത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്റെ ആൾക്കാർ നിന്നെ കണ്ണം തുണ്ടോട്ട് വെട്ടിക്കളയും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടണ്ട. നിങ്ങൾ ബീച്ചിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് കുറച്ച് കാറ്റ് കൊണ്ടിരിക്കേ. ഞാൻ 2 ദിവസത്തിൽ നിങ്ങൾക്ക് അടിപൊളി ബിൽഡിംഗ് വാങ്ങിച്ചു തരാം. ഓക്കെ, ഫോണെന്നാ കട്ട് ചെയ്യാ. ഇനി എങ്ങനെ ഇയാളുടെ അടുത്ത് രക്ഷപ്പെടുന്നേ? ചേട്ടാ ചേട്ടാ ചേട്ടനോട് ഞാൻ കെഞ്ചി പറയാ, ആ പ്രേതനെ കൊന്നു കളയും ചേട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക ചേട്ടാ. ചേട്ടാ ചേട്ടാ എനിക്ക് എന്റെ കാശ് തിരികെത്താ ചേട്ടാ. ചേട്ടാ ഞാൻ തിരിച്ചു വെക്കോളാം ചേട്ടാ. നീ അവിടെ തന്നെ ചേട്ടൻ വന്നു. ഇവനെന്തിനാ ഇപ്പൊ ഫോൺ ചെയ്യുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഹലോ അനിയാ, എന്റെ പൊന്നനിയാ, മോനിപ്പോ എവിടെ ഉള്ളത്? പറയാൻ പോലും പറ്റില്ല. എന്താ? അത് ഞാനിപ്പോ സുഖമായിട്ടിരിക്കുന്നുണ്ട് ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ല അനിയാ, നീ ദിവസം പ്രേതത്തിന്റെ അടുത്ത് അടി വാങ്ങുന്നത് എനിക്കിപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് വിളിച്ച ഉറങ്ങായിരിക്കില്ലേ, അതുകൊണ്ട് ഞാൻ ഇപ്പം കോൾ ചെയ്തത്. ഒരു 10 ലക്ഷം തരാം, വിട്ടേക്ക്. എന്താ ചേട്ടാ, വാങ്ങിയിട്ട് 1 ദിവസം പോലും ആയില്ല, അപ്പോഴേക്കും 10 ലക്ഷം കുറച്ചു. വേണമെങ്കിൽ ചേട്ടൻ ഒരു 5000-10,000 കുറച്ചോളൂ. എന്ത്? നീ എന്താ എനിക്ക് ദാനം ചെയ്യാണോ? നീ എന്തോ വലിയ ധർമ്മം തന്ന പോലാണല്ലോ സംസാരിക്കുന്നത്. എന്റെ 20 ലക്ഷം മൊത്തം കിട്ടിയാൽ മാത്രമേ ഞാൻ ആ വീട് വിട്ട് പോകൂ. ഇവനെന്താ ഇങ്ങനെ പറയുന്നേ? അനിയ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടി പറയുന്നേ. 10 ലക്ഷം വേണമെങ്കിൽ ഞാൻ ബസ് ടിക്കറ്റ് എടുത്തുതരാം, നാട്ടിലേക്ക് വേഗം വിട്ടോ. നോക്കിയേട്ടാ, നിങ്ങൾ ചോദിച്ചോണ്ട് മാത്രം ഞാൻ വിൽക്കാന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇതുവരെയുള്ള എഫക്ട്സ് ഒന്നുമല്ല ചേട്ടാ, ഒരു ചെറിയ പൂജ കൂടി ബാക്കിയുണ്ട്. അതുകൂടെ അങ്ങ് നടത്തി കഴിഞ്ഞാലേ ബാക്കിയുള്ള എഫക്ട്സ് കൂടെ അങ്ങ് പോകും. അതിനുശേഷം ഫ്രഷ് ആയിട്ട് 50 ലക്ഷത്തിന് ഞാൻ തന്നെ അങ്ങ് വിറ്റോളാം, മനസ്സിലായോ? ഇനി ചേട്ടന്റെ ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല, വെച്ചോളൂ. നിനക്ക് ആ വീടിനോടൊരു ആഗ്രഹം തോന്നി തുടങ്ങി, അത് ഞാൻ വരുത്തും. വാ ഓറോ എന്റെ തങ്കക്കുറമേ. നീ എവിടെയാടാ? എന്റെ ഫോണിനെ നീ കട്ടുകയല്ലേ? എനിക്ക് തന്നെ വാർണിംഗ് മെസ്സേജും തരും അല്ലേ? ഏതോ ഒരു പട്ടിക്കാട്ടിന്ന് വന്ന് 20 ലക്ഷത്തിന് ഈ വീടിനെ സ്വന്തമാക്കാന്ന് നീ അങ്ങ് വിചാരിച്ചോ? നീ എവിടെയാടാ ഉള്ളത്? ഡേ, മര്യാദക്ക് എന്റെ അടുത്തൊന്ന് സംസാരിക്കേ. ഞാൻ 3 പേരെ എണ്ണും, അതിന്റെ ഉള്ളിൽ വന്നാ ഞാൻ നിന്നെ വിട്ടേക്കാം. നീ എവിടെയാടാ? എന്താടാ, ചന്ദനത്തിരിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ. പൂജ താഴെയല്ലേ ചെയ്യേണ്ടത്, അതിന് നീ എന്തിനാ മേലെ കത്തിച്ചു വെക്കുന്നേ? എന്താടാ, ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണോ? നീ എവിടെയാടാ? അപ്പൊ ഇവിടെ ഒളിച്ചിരിക്കുകയാണല്ലേ? ഇവിടെ ഇല്ലല്ലോ. ഓ, അപ്പൊ അവിടെയാണല്ലേ? ഞാൻ വന്നു, വന്നല്ലോ. സുഖുനെ കാണാൻ വന്നത്, സുഖുനെ കാണാൻ വന്നതല്ലേ? ഈ വീട് നിനക്ക് ഇഷ്ടമായോ? എനിക്ക് സുഖൂനും വേണ്ട, ഈ വീടും വേണ്ട. ഇഷ്ടമായോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തന്നെ വാങ്ങിച്ചോ. കൊണ്ടുപോകുന്നുണ്ടോ? അതൊന്നും വേണ്ട, ഞാൻ ഒന്ന് പോട്ടെ. നിൽക്ക്, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. എനിക്ക് കാണുന്ന മാത്രല്ല, പാൻറ്റൊന്നും വരുന്നുണ്ട്, കണ്ണീര്. എനിക്ക് ഇവിടുന്ന് പോണോ? എന്റെ അമ്മയെ കാണണം. ഞാൻ ഈ വീട്ടിലേക്ക് തിരിഞ്ഞു വരില്ല, ഇനി തിരിഞ്ഞു പോലും നോക്കില്ല. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക് മാഡം. ഞാൻ ആ ഓണറെ പറഞ്ഞേക്കാം, അവനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, ഞാനല്ല മനഃപൂർവ്വം. ഞാൻ പോവാം, പക്ഷെ നിങ്ങൾ പുറകിൽ വന്ന് എന്റെ കഴുത്ത് പിടിക്കരുത്, സത്യം ചെയ്യണം പ്ലീസ്. നീ സത്യം ചെയ്താൽ മാത്രമേ ഞാൻ പോവുള്ളൂ.
ഞാൻ പോട്ടെ പ്ലീസ്. എങ്ങനെയാ പോകണം മനസ്സിലാവുന്നില്ലല്ലോ. സുഖല്ലടാ? എനിക്ക് സുഖം തന്നെയാടാ. എന്താ കൊച്ചിയിലേക്ക് പോയിട്ട് ഞങ്ങളൊക്കെ മറന്നല്ലോ നീ? ജോലിക്ക് പോയതല്ലടാ, അത് കാരണം കുറച്ച് ബിസി ആയി പോയി. ഇങ്ങോട്ട് വന്നേ. താൻ എന്താടോ കളക്ടറിന്റെ ജോലിയാണ് നോക്കുന്നത്? ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ മറക്കാൻ? നിങ്ങളൊക്കെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ലടാ, അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വരുവോ? നീ എങ്ങോട്ടും വരണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. നമ്മുടെ കൊച്ചിക്ക്. എന്താടാ ഈ പറയുന്നത്? അത് മാത്രമല്ലടാ, വേറൊരു കാര്യമുണ്ട്. മല്ലികനെ കെട്ടിച്ചോടാ അവളുടെ അമ്മ തീരുമാനിച്ചടാ. അവളാണെങ്കിൽ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചതാ. അതുകൊണ്ട് അവളെ നിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഒരാഴ്ച കൊച്ചിയൊക്കെ കറങ്ങി കാണാൻ തീരുമാനിച്ചിട്ടേ ഞങ്ങൾ അവളെയും കൊണ്ടിങ്ങ് വന്നു. നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാരും ആളുടെ അകത്താടാ. അകത്തേക്ക് പോയോ? നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. എത്ര ദിവസമായിട്ട് നിന്നെ കണ്ടിട്ട്. എന്ത് പറ്റിയടാ നിനക്ക്? ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായോ? അത് ആരെങ്കിലും നിന്നെ തല്ലിയോ? അവന്റെ പണി മിണ്ടാതിരിക്കടാ. ആക്സിഡന്റ് ആയെന്നല്ലേ പറഞ്ഞത്. ഇത് നമ്മുടെ നാടല്ല, അതുകൊണ്ട് കൂടുതൽ കളിക്കല്ലേ. നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്താലേ അവര് രണ്ടുപേരൊന്ന് കെട്ടിപ്പിടിക്കൂലേ. വാ മല്ലികേ, വന്ന് കെട്ടിപ്പിടിക്കേ. സൂക്ഷിച്ചൂടായിരുന്നല്ലേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതൊക്കെ പോട്ടെ, നിനക്ക് സുഖമല്ലേ? സുഖു ട്രെയിലറൊക്കെ മതി, ബാക്കി സിനിമ നീ മേലെ പോയിട്ട് കണ്ടോ. വാ പോവാ. അത് പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല വിശപ്പില്ലേ? നമുക്ക് ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അതൊക്കെ പിന്നെ കഴിക്കുന്നേ, എനിക്കിപ്പോ വിശപ്പില്ല. വാ നമുക്ക് വേണ്ട, നമുക്ക് ആദ്യം കഴിച്ചിട്ട്. ഇത്രയും വലിയ വീട് വെച്ചിട്ട് ഞാൻ പോടാ വേഗം ബാത്റൂം എവിടെയെന്ന് പറയടാ. ഇതാണോ വീട്? അത് മേലെ പോണോ? പതുക്കെ പോന്നേ. ഇതാണ് നമ്മുടെ വീട്. അതെ. എന്തിനാണ് അങ്ങനെ മടിച്ചിരിക്കുന്നേ? വാ പോവാം. ഇത്രയും വലിയ വീട് ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. തിയേറ്ററിലെ സ്ക്രീനോ? ഓ എന്തൊരു സുഖം. എന്റെ അമ്മ, ഇത് എത്ര സൈസ് ഉണ്ടാ? ഇങ്ങോട്ട് മാറും. അയ്യോ, എന്നെ തടയുന്നതിരിക്കട്ടെ, അങ്ങോട്ട് നോക്ക്. എന്ത് വീട് തലവരിച്ച് വെക്കുമെന്ന് തോന്നുന്നല്ലോ. എടാ ദൈവം, ഇതൊന്ന് നിർത്ത്. ഹായ്, അവൻ പോയി. എന്തിനാടാ പ്രേതത്തിനെ കണ്ടോലെ പേടിക്കുന്നത്? എന്താടാ ഇത്രയും വലിയ വീടാണല്ലോ, നീ ഒറ്റയ്ക്കാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തിനാണ് അങ്ങനെ മുകളിൽ തന്നെ നോക്കുന്നത്? അത് ഞാനും ഇനി ഒരാളും കൂടി ഇവിടെ താമസിക്കുന്നത്. ഇനി ഒരാളോ? അങ്ങനെയാണോ? വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ? പറടാ. അങ്ങനൊന്നുമല്ലോ. അപ്പോ നിനക്ക് വരുന്ന വഴിക്ക് കിട്ടിയതാ? അതെ, ഇനി എനിക്ക് അതിന്റെ ഒരു ഞങ്ങളെ പറ്റിക്കാൻ നോക്കല്ലേ. ഇത്രയും വലിയ വീടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. മിണ്ടാതിരുന്നോണം. ഏതാടാ അവള്? അവൾ ഏതാ ചോദിച്ചേ? നീ എന്താ മുകളിലോട്ട് നോക്കുന്നേ? ആരാ അവളെന്ന്? പിന്നെ അത് ജോലിക്കാരി. ജോലിക്കാരി എന്തിനാ ഇത്രയും പേടിക്കുന്നേ? ഒന്ന് പതി സംസാരിക്കും. എന്താ ഉഷെന്നൊക്കെ പറയുന്നേ? അവള് നിന്നെ അത്രയും പേടിപ്പിച്ച് വെച്ചിരിക്കാണോ? അവള് ആള് കൊള്ളാലോ. എടീ, എവിടെയാടി നീ? പുറത്തേക്ക് വാടി. ഞങ്ങളുടെ മച്ചൂരെ നീ പേടിപ്പിച്ച് വെച്ചിരിക്കാ. നീ പുറത്ത് വന്നാലുണ്ടല്ലോ നിന്റെ പണി ഞങ്ങൾ പറയാം. നിങ്ങൾ സമാധാനിക്കേ. ഈ വീട് നമുക്ക് സെറ്റ് ആവില്ല. റെന്റിന് നമുക്ക് നല്ല വീട് നോക്കാം. ഇത്രയും വലിയ വീടും വേലക്കാരിയൊക്കെ വെച്ചിട്ട് വേറെ വീട്ടിലേക്ക് പോകുന്നാണ് പറയുന്നത്. അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരുന്നാ പറഞ്ഞേക്കണം. അയ്യോ എന്റെ ദൈവമേ, അമ്മേ ദേവി, ഞാൻ കെഞ്ചി പറയുമ്പോ അവര് പോകുന്നവരെ ആ പാവങ്ങൾ ഒന്നും ചെയ്യല്ലേ. എന്താണ് നോക്കിയിരിക്കുന്നത്? കഴിക്കടാ. എനിക്കറിയാം നീ ആയിരുന്നു. പുറത്തു പോടാ. ഇന്നാളിയാ സൈഡ് ഡിഷിന് മിച്ചർ എടുത്തോ. ബഹളം വെക്കാതെടാ, പറയുന്നത് കേൾക്ക്. എന്താണ് അവിടെ ഇത്രയും ബഹളം? ആരാടത്?
രൂപത്തില് എത്തിക്കഴിഞ്ഞു. അല്ല അല്ല അല്ല, ആരാ ഇത്? വെറുതെ ഒന്നാനെ പേടിക്കും. ഇപ്പൊ ഇങ്ങനെ മുടി വിരിച്ചിട്ട് വന്നാലോ? വെള്ളമടിച്ചത് ഞങ്ങളോ നീയോ? അല്ല പിന്നെ എന്തരീ, അവൻ നിന്നെ ഓൾറെഡി കല്യാണം കഴിച്ച പോലെയും ഈ വീടിന് നീയാണ് ഓർഡർ എന്ന പോലെയാണല്ലോ നിന്റെ ഭാവൊക്കെ. ഒരെണ്ണം തന്നാണ്ടല്ലോ നിന്റെ മോന്ത്ര ഷേപ്പ് മാറും, മനസ്സിലായോ? നീ എന്താണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അടിച്ചിട്ട് ഇറങ്ങി നിൽക്കുക. ഒന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? എന്ത് പണി കാണിച്ചേ? എന്തിനാ അവനെ ചവിട്ടിയത്? ഇവളുടെ പെരുമാറ്റൊന്നും ശരിയല്ലല്ലോ. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാവേ. എന്ത് തല്ലാടാ ഇത്? അയ്യോ എനിക്ക് വയ്യ. സുഗു, സുഗു, സുഗു. വേണ്ട, വീട്ടിൽ വന്നിരിക്കുക. സുഗു എവിടെ? അവനവിടെ ഒളിച്ചിരിക്കുക. സുഗു, സുഗു, നീ എണീറ്റ് വാ. കുറച്ചു മുമ്പ് ഞാൻ ബാത്റൂമിൽ വെച്ചൊരു പ്രേതത്തെ കണ്ടു. കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ അത് തല്ലി പഞ്ചറാക്കി. അത് കാണാൻ നിന്നെ പോലെ ഉണ്ടായിരുന്നു. എന്റെ ഈശ്വരാ, ഇവിടെ ഈ വീട്ടില് പ്രേതമുണ്ടോ? ഇവനെന്തൊക്കെയാണ് ഈ പറയുന്നത്? വാടാ നമുക്ക് പോവാം. ഇനി ആ വീട്ടിലേക്ക് ഞാൻ ചത്താലും വരില്ല. ഇതുപോലത്തെ ഒരു തല്ല് ഞാൻ എന്റെ ജീവിതത്തിൽ മേടിച്ചിട്ടില്ല. ആദ്യമായിട്ടാ ഞാൻ ബോധം കെട്ട് വീഴുന്ന അത്ര പേടിക്കുന്നേ. ദിവസം ഓരോ വേഷമായിട്ട് ഞാൻ ജനങ്ങളെ പേടിപ്പിക്കും. പക്ഷെ ഇന്ന് ഞാൻ തന്നെ പേടിച്ചോടാ. നീയൊക്കെ പേടിച്ചത് ഒരു പേടിയാണോടാ? അകത്തോടെ തന്നെയല്ലേ രാത്രി മുഴുവൻ പേടിച്ച് വർക്കായിരുന്നു. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നാട്ടിൽ തന്നെ സുഖമായി ഇരിക്കായിരുന്നല്ലോ എനിക്ക്. നമുക്ക് നാട്ടിലേക്ക് പോവാൻ വാ. ഞാൻ വരുന്നില്ല മല്ലി. എടാ, എന്താണ് വരുന്നില്ല എന്ന് പറയുന്നത്? ആ വീട്ടിലേക്ക് പോയ പ്രേതം കൊല്ലോടാ. നാട്ടിൽ നമ്മൾ പട്ടിണിയാണെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. ഈ പ്രേതവും പിശാചൊന്നും നമുക്ക് വേണ്ട. വാ, നമ്മൾ നാട്ടിലേക്ക് പോവാ. അതെന്നെടാ, ഇത്രമാത്രം ഫീൽ ചെയ്യാൻ നീ നിന്റെ സ്വന്തം വീടൊന്നല്ലോ, വാടക വീടല്ലേ? അത് വാടക വീടല്ലടാ, എന്റെ സ്വന്തം വീടാ. സ്വന്തം വീടോ? പ്രേതത്തിനടുത്ത് തല്ലി മേടിച്ച് അവര് വട്ടായടാ. അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത്? എന്താണോ എന്റെ എന്തോ. അമ്മയാണ് സത്യം. എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്തുനിന്ന് മറിച്ച സത്യവും പറഞ്ഞ കള്ളവും ഇത് മാത്രമായിരുന്നു. ഇത്രയും സംഭവിച്ചല്ലേ സുഗു? 20 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ വീട് ആര് തരാനാടാ? നീ വിടില്ല അളിയാ, ഞങ്ങള് നാട്ടിൽ പോക്കോളാം. ഒന്ന് അടങ്ങടാ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. അവൻ നിനക്കൊരു പോഷൻ തരും. പ്രേതനൊപ്പം അടിച്ചു പൊളിച്ചോ. എന്നാ നമുക്ക് നാട്ടിൽ പോവാ. നീ വാടാ. അതേടാ, വൈകുന്നേരത്തെ ബസ്സിന് പോവാ. ഐഡിയ. എന്താ ഐഡിയ? ഒരു നല്ല മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ട് ആ പ്രേതത്തെ ഇവിടുന്ന് ആവഹിച്ച് പുറത്ത് കളയാം. അങ്ങനെ ആകുമ്പോ സംഭവം ക്ലിയർ അല്ലേ? കാശിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരു ബാബ വന്നത് ഓർക്കുന്നുണ്ടോ? ഏതാ ആ കള്ളൻ? ആ പ്രാന്തം ബാബയോ? പാവാട ബാബ, ശകലക 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 ശകലക, ശങ്കര ശങ്കര ശങ്കര. ഈ പാവാട ബാബ പ്രേതത്തെ ഓടിക്കുന്ന കാര്യം കൺഫേം ആണ്. എവിടെയാണ് ആ പ്രേതം? കാണിക്കേ. വിളിച്ച ഉടനെ വന്നതിന് നന്ദി ബാബ. നിങ്ങൾ വിളിച്ചപ്പോ ചൈനയിലെ ജാക്കി ചാന്റെ വീട്ടില് സിങ്ക് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലും ആളെടുത്ത് തന്നതാണ്. ബാബ എടുത്തത് എവിടുന്ന് എടുത്തെന്ന് അറിഞ്ഞിട്ട് നിനക്ക് വല്ല കാര്യണ്ടാ? പ്രശ്നം എന്താണ്? 20 ലക്ഷം കൊടുത്ത് ഞാനൊരു വീട് വാങ്ങി ബാബ. വീടിനുള്ളിൽ പ്രേതമുണ്ട്. എന്നെ കൊല്ല ചെയ്യാതെ. അത്ര ധൈര്യം ഉണ്ടോ അവൾക്ക്? പ്രേതമോ പ്രേതത്തിന്റെ ചേച്ചിയോ? പാവാട ബാബ വന്നില്ലേ? അവളെ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന നേരം ഞാനേറ്റ്. ഫോളോ മീ. ബാബാ, ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്ക്. കണ്ട എരുമയ്ക്ക് ബെഡ്ഷീറ്റ് പൊതിച്ച പോലെ ഉണ്ട്. എന്തിനാണ് പേടിക്കണേ? പേടിക്കണ്ട, ഞാനില്ലേ. കമാൺ ബാബ. പ്രേതത്തിനെ വെളിവിടാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ഇവിടുന്ന് പായിപ്പിക്കാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാനിവിടെ വന്നത് കൊണ്ട് അത് തന്നെ തന്നെ പൊക്കോളും. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ.
സംഭവം വലുതാന്ന് തോന്നുന്നു. ഇതിനെ പറ്റി പറയുന്നേ? പ്രേതം പ്രേതം. നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ ആ പ്രേതത്തെ കൊണ്ട് വെസ്റ്റേൺ ഡിസ്കോ എല്ലാം കളിപ്പിച്ച് കാണിക്കാം. അവസാനം അതിന്റെ കാലിൽ വീണ് കെഞ്ചും. അതിനെ കൊണ്ട് വീടിന്റെ ബാത്റൂം വരെ കഴിപ്പിക്കും ഞാൻ. കണ്ടോണം. അതൊന്നും വേണ്ട ബാബാ, ആ പ്രേതം പോയി കിട്ടിയാ മതി. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ആ പ്രേതം നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ലടാ. എടാ മഞ്ഞഷട്ടുകാരാ, നീ അല്ലേ വീടിന്റെ ഓണർ? വാടാ വാടാ വാ. എടാ ജാക്കറ്റ് ഒരു പഴം തന്നെടാ. എന്ത് പഴം? വാഴപ്പഴടാ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? നീ ചിന്തിച്ചങ്ങനെ കാട് കയറുവോ? ഒന്നങ്ങോട്ട് തന്നാലോ, മണി താഴെ കിടക്കും. വേഗം താടേ. സംഗതി കണ്ട, ഇത് സാധാരണ പഴമല്ല, ശക്തിയുള്ള പഴമാണ്. ഞാൻ ചെയ്യാൻ പോണ അഭ്യാസം കണ്ട് പ്രേതത്തിന് താങ്ങാൻ പറ്റാതെ ഇത് കറുപ്പായി മാറും. എന്ന് വെച്ചാൽ പ്രേതം പോയെന്നർത്ഥം. എന്തേ അറിയാതെ ആരെങ്കിലും എടുത്ത് വിഴുങ്ങിയ തൊണ്ട കത്തിപ്പോവും. ഇത് കൊണ്ടുപോയിട്ട് റോഡിന്റെ അറ്റത്തൊരു കള്ള് ഷാപ്പില്ലേ, അതിന്റെ സൈഡിൽ കൊണ്ട് കുടിച്ചിടും. പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോട്ട് ചെയ്യ്. 100 ഗ്രാം അരിപ്പൊടി, പിന്നെ ലേശം കടലമാവ്, 3 ചന്ദനത്തിരി, 1/4 കിലോ മിക്സർ. എന്ത് മിക്സറോ? പിന്നെ സബോള, ഇത്ര വലിയ സബോള, നല്ല വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത സബോള 6 പീസ്. പിന്നെ 2 നാരങ്ങ, നല്ല തിളക്കുന്ന എണ്ണയിൽ വറുത്തെടുത്ത 2 കോഴിക്കാല്, 1/4 കിലോ അണ്ടിപ്പരിപ്പ്, കൂടെ കുറച്ച് കപ്പലണ്ടി. പൂജയ്ക്ക് തേങ്ങയും വാഴപ്പഴം അല്ലേ വെക്കുക? കോഴിക്കാലും മിച്ചർ എന്തിനാ ബാബാ? ഞാൻ ചെയ്യാൻ പോണ ദേവി പൂജയല്ല, പ്രേത പൂജയാണ്. 1 മണിക്കൂറത്തേക്ക് ഒരുത്തനെ ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത്. അകത്ത് ചിലപ്പോ നിലവിളിക്കണ ശബ്ദമൊക്കെ കേൾക്കും. എന്തിന്? എന്റെ ശബ്ദം വരെ കേട്ടേക്കാം. തുറക്കരുത്. ഇനി ആക്രാന്തം പിടിച്ച് ആരെങ്കിലും വീടിനകത്തോട്ട് തള്ളിക്കേറിയ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് മാത്രമല്ല, സാക്ഷാൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. മനസ്സിലായ? ശരി, ഞാൻ മുകളിലേക്ക് പോവാ. എന്തിയടാ ഇനി ഇല വിരിച്ച് നിങ്ങളെല്ലാരും സദ്യ ഉണ്ണാൻ പോവാണാ? എഴുന്നേറ്റ് പറഞ്ഞു ജോലി ചെയ്യ. ഹായ് ബേബി. മാണ്ടന്മാര്, ഈ കാലത്ത് ആരെങ്കിലും പ്രേതത്തെ വിശ്വസിക്കോ? അതും പട്ടാപ്പകൽ എവിടെയാടെ പ്രേതം? വാട്ടന്മാര്. സിറ്റിയിൽ ഇത്ര വലിയ ഫ്ലാറ്റിൽ എവിടെയെങ്കിലും പ്രേതം ഉണ്ടാവുമോ? ചിന്തിക്കണ സ്വഭാവമില്ലല്ലോ. പിന്നെ നിന്നെ പോലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ചിയേഴ്സ്. എന്റെ അടുത്ത് വെറുതെ എന്റെ വിളച്ചിലെടുക്കലേട്ടാ, നിന്നെ കൊന്ന് കുഴിച്ചുകൂടി ഞാൻ. പ്രേതായാലും ശരി, പ്രേതത്തിന് ചേച്ചിയാലും ശരി. എവിടെയാടേ? ബാബാകത്ത് ചെന്നിട്ട് ഒരുപാട് സമയമല്ലടാ, ഒരു അനക്കും കേൾക്കുന്നില്ലല്ലോ. അതേന്നെ. ഇപ്പൊ നമ്മുടെ ബാബയില്ലേ പ്രേതത്തിന്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ടുണ്ടാവും. 1 മണിക്കൂറത്തേക്ക് ഈ ഭാഗത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യണേ? ഇരുന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് വെച്ചോ, ഞാൻ ഇവിടുന്ന് ഇതെല്ലാം വിട്ടിട്ട് എന്റെ പാടിന് പോകും ഞാൻ. പിന്നെ ഇത് നിങ്ങളെ പ്രേതം കടിച്ചെന്നും പിടിച്ചെന്നും മാന്തിന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. അവിടെ തന്നെ നിൽക്കടാ, ഇങ്ങോട്ട് വരണ്ട, അല്ല പ്രേതം പിടിച്ചോട്ട് പോകും. അല്ല എന്തെങ്കിലും കാണിച്ച് മുന്നോട്ട് പോവാ. ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലടാ, എന്തിനാ ഡിസ്റ്റർബ് ചെയ്തില്ലേ? ഇനി ഇതിൽ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ നിങ്ങളോട് എന്തൊക്കെ ചോദിച്ചോ എല്ലാം വൺസ് മോർ കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടുവന്നാ ഞാൻ 2 പുക കൂടെ അടിച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. എന്തെങ്കിലൊന്ന് പറയടാ. എന്തിയാടാ വോയിസ് മാറണേ? കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. മനുഷ്യനായി പോയില്ലേ, ജീവിക്കേണ്ട ചേച്ചി. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു പോണേ. എനിക്കൊരു മന്ത്രവാദവും അറിയില്ല ചേച്ചി. ഈ വിഗ് വേണം നിങ്ങൾ വെച്ചോളി. ഇതും ഡമ്മിയാണ് ചേച്ചി, അത്രേ ഉള്ളൂ. ഇനി ബാക്കിയൊന്നുമില്ല. കണ്ടില്ലേ ചേച്ചി, ഇതെല്ലാം ഡമ്മിയാണ്. എനിക്ക് മന്ത്രവാദമൊന്നും അറിഞ്ഞുകൂടാ. ഒരു 4 പെഗ് കഴിക്കാമെന്ന് വിചാരിച്ച് അകത്തേക്ക് വന്നതാ, അത്രേ ഉള്ളൂ. ഇതാണ് എന്റെ ജോലി. എങ്കിൽ ഞാൻ പൊക്കോട്ടെ ചേച്ചി. പോവാൻ പറയുന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പൊക്കോട്ടെ. ചേച്ചി ഡീസന്റ് പ്രേതമാണ്, എന്നെ വിട്ടാൻ പറ്റില്ല. വിചാരിച്ച 2 മിനിറ്റ് പോലും ആയില്ലോ. എന്താ ചേച്ചി? എടാ പഴം എടുക്ക്, നമുക്കത് കറുത്തൊന്ന് നോക്കാം. ഇതെന്താ ഇത് ചുവന്ന കളറായല്ലോ?
എന്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇനി നീ തല്ലുവോ കൊല്ലുവോ എന്തും നിന്റെ ഇഷ്ടമാണ് ചേച്ചി. ഓ എന്റെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു പോയല്ലോ. പോയി ഇനി ഈ ജില്ലയിൽ പോയി എന്നെ കാണില്ല. ഞാനിനി ചേച്ചി ശല്യം ചെയ്യാൻ വരികയില്ല. അയ്യോ ഈ ഡോർ എങ്ങനെ തുറക്കും? അയ്യോ ഇത് തുറക്കണേ, വേഗം ഒന്ന് വേഗം തുറക്കണേ. അയ്യോ പാട്ടന്മാരെ, ഈ വീട്ടിൽ ഒറിജിനൽ പ്രേതം ഉണ്ടെന്ന് എന്തുകൂടെ പറഞ്ഞില്ലടാ. അപ്പൊ താൻ ശരിക്കും കള്ളബാബയായിരുന്നു. അപ്പൊ പ്രേതത്തെ കുറിച്ച് ഒന്നും അറിയാതെ കോഴിക്കാലും മിച്ചറും തിന്നാൻ വേണ്ടിയാണോ? നമ്മളെല്ലാരും വിഡ്ഢിയാക്കി കളഞ്ഞു. അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? വാടാ. എന്റെ ഈ വീട് വിട്ട് ഞാൻ വരില്ല. നിങ്ങൾ പൊയ്ക്കോ. മണ്ട വന്നില്ലെങ്കിൽ അത് നിന്നെ കൊല്ലൂടാ. നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോവാ. ജീവനാണോ വലുത് അതോ 20 ലക്ഷമാണോ വലുതെന്ന് നീ തീരുമാനിച്ചോ. ഞങ്ങൾ പോവാ. അവൻ ഇനി വരും തോന്നില്ല. തിരിച്ചു ഞാൻ വന്നു. ഈ വീട് വിട്ട് ഞാൻ എവിടെയും പോവില്ല. കൊല്ലണമെങ്കിൽ നീ എന്നെ കൊല്ല്. ഇതെന്റെ വീടാണ്. ഇത് എന്റെ നീ എന്നെ ഇതുപോലെ എത്ര പ്രാവശ്യം ഉപദ്രവിച്ചാലും എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്കിപ്പോഴും ജീവനുണ്ട്. എന്നെ കൊല്ലേ, അല്ലാതെ ഈ വീട് വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. ഈ വീട് എന്റേതാണടാ. വിൽക്കാൻ അവൻ ആരാ, വാങ്ങാൻ നീ ആരാടാ? പോ, പുറത്തു പോ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തു പോ. തന്നെ തെറ്റിദ്ധരിച്ച ഒരു മകന് സ്വന്തം അപ്പം കൊടുത്ത ഒരു വലിയ സമ്മാനം. എന്റെ അച്ഛന്റെ കഷ്ടപ്പാടും സ്വപ്നവും എല്ലാം ഈ വീടാണ്. എന്റെ അച്ഛന്റെ ആത്മാവും സന്തോഷവും ഈ വീട്ടിലാണുള്ളത്. ഞാൻ കെഞ്ചി പറയുക, നീ പോയി തരണം. ദയവേത് എന്റെ വീട് വിട്ട് നീ പോയി തരണം. എന്റെ ജീവനേക്കാൾ നിനക്ക് നിന്റെ പണമാണോടോ വലുത്? ഈ വീട്ടിലാണ് എന്റെ ജീവൻ പോയത്. ഞാൻ ഈ വീട് വിട്ടു പോണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എനിക്ക് വേണ്ടി നീ പകരം വീട്ടണം. എന്റെ പേര് അവന്തിക. എന്റെ നാട്
കുമരിക്കുളം എന്ന ഗ്രാമമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ബാങ്കോക്കിൽ, കോഫി കൊളംബിയയിൽ, ലഞ്ച് ലോസ് ഏഞ്ചൽസിൽ, സ്നാക്സ് സിംഗപ്പൂരിൽ, ഡിന്നർ ദുബായിൽ. This is Queen Avantika's order. എന്തിനാണ് ചിരിക്കുന്ന? ചിരിക്കാതെ പിന്നെ എന്തിനാണ് നിനക്ക് ഈ മഹാറാണി ആഗ്രഹം? നിന്റെ അച്ഛനും അമ്മയും നിനക്ക് അവന്തിക എന്ന് പേര് വെച്ചതുകൊണ്ട് സത്യത്തിൽ നിന്റെ ഭാവം കണ്ടാൽ യുധിയാനി രാജ്യത്തിലെ രാജകുമാരിയാണെന്ന് തോന്നും. നിനക്ക് എന്തിനാണ് ഈ പകൽ സ്വപ്നമൊക്കെ? നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകും. ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. നിന്റെ കല്യാണം നടത്താനാ നിന്റെ ചേച്ചിയും ചേട്ടത്തിയും ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾ വളരെ വലുതാണല്ലോ. നല്ല ഭംഗിയുള്ള ഭർത്താവ്, കൊട്ടാരം പോലെയുള്ള ഒരു വീട്, ആഗ്രഹങ്ങളൊക്കെ നടത്തി തരാൻ പണം. ഇതൊക്കെ ഒരു ഫാമിലി പാക്കേജ് കിട്ടിയെങ്കിൽ എത്ര നന്നായിരിക്കും. ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിലേ സാധാരണ ജാതകം പോരാ, നല്ല രാജയോഗമുള്ള ജാതകം വേണം. നിങ്ങളുടെ അനിയത്തിയുടെ ജാതകവും നക്ഷത്രവും രാശിയും ഒക്കെ ഉത്തമമാണ്. ഒരു പ്രാവശ്യം കൊണ്ടുപോയി ബാബയുടെ മുന്നിൽ നിർത്തിയാൽ മതി. നിങ്ങൾക്ക് മഹായോഗമുണ്ടാകുന്നതാണ്. പണം, ബംഗ്ലാവ്, കാറുകൾ എല്ലാം നിങ്ങളുടേതായി മാറും. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ സാറേ? എന്നെ വിശ്വസിക്കൂ. ഈ കൊച്ചു വീട്ടിൽ ജീവിക്കാൻ കഴിയാതെ, മുന്നേറ്റത്തിനായി മുമ്പിൽ ഒരു വഴിയുമില്ലാതെ, പരഗതിയില്ലാതെ ഞങ്ങളെല്ലാവരും ഇവിടെ കിടക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ ദയവ് കൊണ്ട് സത്യത്തിൽ രാജയോഗം കിട്ടുകയാണെങ്കിൽ അതിനു വേണ്ടി എന്റെ അനിയത്തി ബലി കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഈശ്വര, എന്നെ കാറിലും ഫ്ലൈറ്റിലും കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവിനെ തരണേ പ്ലീസ്. ഇത്രയും വലിയ ആഗ്രഹങ്ങൾ ശരിയാവില്ല. അത്രയ്ക്ക് ഞാൻ എന്താ ആഗ്രഹിച്ച? ഒരു നല്ല ജീവിതമല്ലേ ആഗ്രഹിക്കുന്നത്, അങ്ങനെയല്ലേ? നിങ്ങളുടെ അനിയത്തി എവിടെ? ഇപ്പൊ തന്നെ വിളിക്കാം. നീ ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിതം നിനക്ക് കിട്ടണമെങ്കിൽ ലക്ഷ്മി ദേവിക്ക് വേണ്ടി ഒരു പൂജ ചെയ്യണം പോലും. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. എന്റെ ഈ അവസ്ഥയൊന്നും നിനക്കുണ്ടാവരുത് മോളെ. നീ സന്തോഷത്തോടു കൂടി ജീവിക്കണം. നീ സപ്രപഞ്ചത്തിൽ വേണം കിടന്നുറങ്ങാൻ. നീ വില കൂടി കാറിൽ വേണം സഞ്ചരിക്കാൻ. അതെന്ത് പൂജയാ ചേച്ചി? ആ പൂജയുടെ പേരാണ് മാർത്തശ പൂജ. ആ പൂജ ഒരു രാഷ്ട്രീയക്കാരന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിന്റെ നന്മ അദ്ദേഹത്തിന് മാത്രമല്ല, ആ പൂജയിൽ പങ്കെടുക്കുന്ന നിനക്കും ലഭിക്കുന്നതാണ്. കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ്. നീ കൊതിക്കുന്ന ജീവിതം തന്നെ നിനക്ക് കിട്ടും. നിന്റെ ശരീരം മുഴുവൻ ആഭരണങ്ങളെ കൊണ്ട് പൊതിയും. പൂജ നടക്കുന്ന ആ വീട് പോലും നിന്റെ പേരിൽ അവരെഴുതിത്തരും. സത്യമാണോ? എന്നെ വിശ്വസിക്കേ. അങ്ങനെയാണെങ്കിൽ ആ പൂജയ്ക്ക് ഞാൻ തയ്യാറാണ്. എന്റെ അനിയത്തി ഒത്തിരി ഭാഗ്യവതിയാണ്. ഒരു പെൺകുട്ടി നല്ല ജീവിതം വേണമെന്ന് സ്വപ്നം കാണുന്നത് സ്വാർത്ഥതയല്ല, ആഗ്രഹമാണ്. അന്ന് എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് മോഹിപ്പിച്ച് ഈ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അവരെ വിശ്വസിച്ച് ഞാനും വന്നു. അവരെന്നെ ഭംഗിയായി അലങ്കരിച്ചു. എന്നിട്ട് അവരെന്നെ കൊന്നു. എന്ത് ഭംഗിയുള്ള സ്വർണങ്ങളാ, എന്ത് നല്ല സാരി. അയ്യോ, എന്ത് ഭംഗിയല്ലേ ചേച്ചി. ഇതൊക്കെ എനിക്കാണോ? നീ മഹാലക്ഷ്മിയുടെ ജാതകത്തിൽ ജനിച്ചതല്ലേ? ഈ ആഭരണം മാത്രല്ല, ഈ വീട് നിനക്ക് സ്വന്തമാണ്. സത്യമായിട്ടും ഈ വീടും എനിക്കാണോ? നിനക്ക് തന്നെയാണ്.
അയ്യോ കൊള്ളാല്ലേ ചേച്ചി. അവന്തിക ഇപ്പോൾ ഒരു ദേവതയായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കും. ചിലരുടെ ജാതകം അവരെ ഉന്നതികളിലെത്തിക്കും. മറ്റു ചിലരുടെ ജാതകം കൂടെ നിൽക്കുന്നവരെ ഉന്നതിയിലെത്തിക്കും. അവന്തികയെ പോലെ. സത്യമല്ലേ പറയണ ബാബ? അവന്തിക്കാന്ന് പേരുള്ളത് കൊണ്ട് നീ ഒന്നും മഹാറാണി അല്ലാന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും. അത് കേട്ടപ്പോ ഞാൻ എന്ത് വിഷമിച്ചെന്നറിയോ? എന്നാൽ ഇപ്പൊ എന്നെ കാണാൻ മഹാറാണിയെ പോലെ ഇല്ലേ? അതെ മോളെ, സാക്ഷാൽ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടതുപോലെ ഉണ്ട്. എന്റെ പൊന്നുമോൾക്ക് കണ്ണീര് കിട്ടാൻ നിക്കണ്ട. വാ മോളെ, നമുക്ക് പൂജയ്ക്ക് സമയമായി. ശരി. ബാബാ, മോളെ പോവാ നമുക്ക്. വരൂ അവന്തികെ, ബ്രഹ്മന്റെ ഒരു അത്ഭുത സൃഷ്ടിയാണ് നീ. വരൂ. നിന്നെ പോലൊരു സൗന്ദര്യ ദേവത ഈ ഭൂമിയിൽ ജനിച്ചത് ഭാഗ്യമായേ ഞാൻ കരുതൂ. എനിക്കൊരു നല്ല ഭർത്താവ് കിട്ടുമല്ലോ ബാബാ. നിന്നെ ആനപ്പുറത്ത് ആഘോഷത്തോടെ കൊണ്ടുപോകാൻ ചിറകുള്ള കുതിരപ്പുറത്തൊരു യുവരാജാവ് വരും. എന്നാൽ പിന്നെ വേഗം പൂജ തുടങ്ങൂ ബാബാ. എങ്കിൽ വന്നിരിക്കൂ. വരൂ. കുങ്കുമം സമർപ്പണം ചെയ്യൂ. ഭഗവതിക്ക് രക്താഭിഷേകം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. മുട്ടുകാലിൽ നിന്നുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കണം. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്ക്. ഒരു വെട്ടില് തലത്തുണ്ടാകണം. ഒറ്റ വെട്ടിൽ. ഓം ക്രീം സ്വാഹ. അങ്ങനെ തന്നെ നിൽക്ക്. നീ ചെല്ല്. ഓം നരബലി സ്വാഹ. ഓം ക്രീം സ്വാഹ. ഓം ക്രീം സ്വാഹ. ഓം ക്രീം സ്വാഹ. ഓം ക്രീം സ്വാഹ. ക്രീം സ്വാഹ. എന്റെ ചേച്ചിയും ചേട്ടനെയും എന്റെ അച്ഛനും അമ്മയും എന്നാ ഞാൻ കരുതിയത്. എന്നാൽ പണത്തിന് വേണ്ടി മകളെ പോലെ വളർത്തി എന്നെ കൊല്ലുമെന്ന് വിചാരിച്ചില്ല.
തീരുമാനിച്ചു. ആ നിമിഷം മുതൽ ആ ബാബയെ, ആ നീലകണ്ഠനെ, അവന്റെ മകനെ കൊന്നു കളയണമെന്ന് ദേഷ്യത്തോടെ കാത്തിരിക്കുകയാണ് ഞാൻ. നിനക്ക് ഈ വീട് വേണം, എനിക്ക് അവന്മാരുടെ ജീവൻ വേണം. പോ, അവന്മാരെ കൊണ്ടുവാ. പോ. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിന്നെ പ്രേതത്തിന്റെ അടുത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെയാ പോവാ? വാടാ, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. പറ്റില്ലടാ, നമുക്ക് ചെയ്യേണ്ട ജോലി ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. എന്താടാ ഇത്? നമ്മുടെ വീട്ടിലുള്ള പ്രേതം എന്റെ കൺമുൻപിൽ വന്ന് എന്നോട് സംസാരിച്ചു. അതെന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, ചില സത്യങ്ങൾ വിശ്വസിക്കാനാവില്ല. ഇപ്പോ നമ്മൾ അവരെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പ്രേതം വീട് വിട്ടു പോകില്ല. അവരെ എങ്ങനെയാ കണ്ടുപിടിക്കുക? പൂജയ്ക്കിരുത്താൻ അളവെടുക്കേണ്ട ആവശ്യം എന്താ? സുഗു, നീ പറഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത്, അന്ന് എന്റെ ഏട്ടനും ഇതുപോലെ എന്നെ പൂജയിലിരുത്താൻ വേണ്ടി അളവെടുത്തിരുന്നു. ഏട്ടനോ? അതാരാ? അവനെന്നെ ആ ഭദ്രൻ. അന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാരും കൂടി തല്ലിയില്ലേ, അവനാ. ഇനി അവനെങ്ങാനും ആയിരിക്കോ? ആദ്യം നമുക്ക് അവനെ കണ്ടുപിടിക്കാം, അപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലാവല്ലോ. അവന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട് സുഗു. അപ്പൊ ഫോൺ വിളിക്കേ. ഇപ്പൊ അവൻ എവിടെയാണോ എന്തോ. ഇവിടെ ഉണ്ടടാ തെമ്മാടികളെ. 2 ദിവസത്തിനുള്ളിൽ പൂജയും വെച്ച് എന്ത് ചെയ്യണോന്ന് അറിയാതെ നിൽക്കുക ഞാൻ. എവിടെ ചുറ്റി തിരിയുക? പെൺകുട്ടി അയക്കാൻ പറഞ്ഞ അമ്മ അയക്കുന്നോടാ മണ്ടശിരോമണി. ഇവിടെ പൂജ ചെയ്യുന്നോ അല്ല വേറെ വല്ലതുവോ? നാളെ ഇവിടെ പെണ്ണെത്തിയില്ലെങ്കിലുണ്ടല്ലോ, നേരിട്ട് വന്ന് ചവിട്ടിക്കൊല്ലും ഞാൻ. വെക്കടാ ഫോണ്. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ആരാ ഇത്? ഞാനാ, രാജന്റെ മോള് മല്ലി. മല്ലി, നീയാണോ? ചേട്ടൻ അന്നൊരു പൂജയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതേ മല്ലി. ആ സ്വർണവും പണമൊക്കെ എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് ചേട്ടാ. അല്ല, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ കൊച്ചിയിലുള്ളത്, മണിമംഗലത്ത്. മണിമംഗലത്തോ? അതെ ഏട്ടാ. അവിടെ തന്നെ നിക്കേ, ഞാൻ ഇപ്പൊ വരാം. എന്താ ഈ വീടിനടുത്ത്? ഏട്ടാ ഏട്ടാ ഏട്ടാ, സുഖം തന്നെയല്ലേ ഏട്ടാ? എന്റെ സുഖമൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ എന്താ ഇവിടെ? അപ്പോ നിങ്ങൾക്ക് ഈ വീട് നേരത്തെ അറിയാം? ഇതിനു മുമ്പ് ഒരു ജോലിയുടെ കാര്യത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നമ്മുടെ നാട്ടിലെ മാസ്റ്റർ അല്ലേ ഇവിടെ ഒരു വീട് വാങ്ങിച്ചിരിക്കുക. 4000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് അമ്മ എന്നെ ഇവിടെ വീട്ടുജോലിക്ക് വിട്ടു. ഓ, ഇവിടെ സയ്യദ് എന്നും പറഞ്ഞൊരു വാച്ച്മാൻ ഉണ്ടായിരുന്നല്ലോ, അവൻ ഇവിടെ ഉണ്ടോ? ഇവിടെയുള്ള വീടുകളിൽ മനുഷ്യര് പോലും ഇല്ല, അപ്പൊ വാച്ച്മാൻ ഉണ്ടാവോ? ശരി, അതൊക്കെ വിടേട്ടാ. പൂജയുടെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പോഴും നടക്കുക. നീ വിഷമിക്കൊന്നും വേണ്ടമല്ലേ. പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാളെ നിന്നെ കൊണ്ടുപോകാൻ സമ്മതം. എങ്ങോട്ട് പോവാ? നേരെ ഇത്രയും വൈകിയില്ലേ? ഈ രാത്രി ഇവിടെ താമസിച്ചൂടെ? മാസ്റ്റർ പോലും ഇല്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാവുന്നതുകൊണ്ടാ. രാവിലെ മാസ്റ്റർ എത്തിക്കോളും, അപ്പൊ നമുക്ക് ഒരുമിച്ച് പൂജയ്ക്ക് പോവാം. എന്താ പറയുന്നു? വാ ചേട്ടാ, ഇങ്ങ് വാ, കേറി വാ. വലിക്കാതെ ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? TV ഉണ്ട്, അറിയോ? ഭദ്രമായിട്ട് തന്നെ പെട്ടു. ഏയ് മല്ലി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശല്യം ചെയ്യാതെ ഉറങ്ങുമല്ലേ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? അമ്മേ, കരണക്കുറ്റി പൊളിഞ്ഞു. അയ്യോ, ഞാനാണടാ നീ കാരണം ബലി കൊടുക്കപ്പെട്ട അവന്തിക്കാണടാ. നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവന്മാരും മരിക്കണം. കൂട്ടിക്കൊണ്ടുവാ. അവരെ വിളിച്ചോണ്ട് വന്ന എന്നെ വിട്ടേക്കാം. സത്യമാണോ? ബാബാ. എന്താണോ ഭദ്ര? നമസ്കാരം ബാബാ. സുഖമാണോ?
സുഖമായിരിക്കുന്നു ബാബ. ശരി, കാര്യം പറ. അത് മറ്റൊന്നുമല്ല ബാബ, നമ്മുടെ പൂജയ്ക്ക് എല്ലാ തരത്തിലും പറ്റിയൊരു പെണ്ണ്, നല്ല ആപ്പിള് പോലത്തെ ഒരു പെണ്ണിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാബ. നിങ്ങൾ വന്ന പൂജ തുടങ്ങാവുന്നതേ ഉള്ളൂ. 2 ദിവസത്തിൽ ആരംഭിക്കാം. അയ്യോ 2 ദിവസത്തേക്കൊന്നും ഒരിക്കലും പറ്റില്ല ബാബ. നിങ്ങൾ താമസിപ്പിച്ച പെണ്ണ് ഓടിക്കളയും, പിന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. വേഗത്തിൽ വന്നാൽ വളരെ നന്നായിരുന്നു. നാളെ ഒരിക്കലും മിസ് ചെയ്യല്ലേ. സെയിം പ്ലേസ്, അവിടേക്ക് വന്നാ മതി ബാബ. ശരി, ഞാൻ വന്നേക്കാം. ബാബ, ഞാനെന്നാ വെക്കുവാണ്. ആ കഥയൊന്നും എന്നോട് പറയണ്ട. എത്ര കോടിയാലും കുഴപ്പമില്ല. ആവശ്യമാണെങ്കിൽ ആ മൊത്തം മില്ലും വിലക്ക് വാങ്ങിച്ചേക്ക്. അടുത്ത CM ഞാനാ. എന്താ മനസ്സിലായോ? ഇതാണ് ഫൈനൽ. പിന്നെ സംസാരിക്കാം. ഫോൺ വെക്കേ. ഇവിടെ ഒരു സൈൻ. അടുത്ത 10 മിനിറ്റ് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ സർ. ഗോ. ആ ഭദ്ര, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതെന്താ പരിക്ക് പറ്റിയിരിക്കുന്നത്? എനിക്കും എന്റെ ഭാര്യക്കും ഭയങ്കര പ്രശ്നങ്ങളാ. ഭാര്യയുടെ കൂടെയാണ് പ്രശ്നം. അവളെ തീർത്തേക്ക്. എന്റെ ഭാര്യയെ തീർക്കാനോ? അതൊന്നും നീ അറിയണ്ട. കാര്യം പറ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. മോൻ അച്ഛനെ ഒന്ന് വിളിക്കാമോ? അച്ഛൻ ബാങ്കോങ് പോയിരിക്കുക. ബാങ്കോങ്ങോ? സാറിന്റെ സമയം നല്ലതാന്ന് തോന്നുന്നു. മസാജ് ചെയ്യാൻ പോയിരിക്കുവാണോ? കാര്യം പറ. അത് മറ്റൊന്നുമല്ല, സിംഗപ്പൂരിൽ നിന്ന് ഒരു നല്ല പാർട്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഫാക്ടറി തുടങ്ങണോ അത്രേ. നിങ്ങളുടെ ഒരു കയ്യൊപ്പ് മാത്രം മതി. നിങ്ങളുടെ അക്കൗണ്ടിൽ 100 കോടി ട്രാൻസ്ഫർ ആവും അത്രേ. 100 കോടി. ആലോചിച്ച് പറഞ്ഞാ മതി. ഒരേ ഒരു കയ്യൊപ്പ്. 100 കോടിയാ സാറേ. അടുത്ത ഇലക്ഷന്റെ ചെലവിന് ഉപയോഗമാകുമെങ്കിൽ എന്തിനാ വൈകിക്കുന്ന? വരാൻ പറ. സ്പോട്ട് ഇവിടെയല്ല സാറേ. എവിടെയാ? നമ്മൾ പൂജ ചെയ്തില്ലേ, ആ വീട്ടിലാ. അവിടെ എന്തിനാ? സാറിന്റെ ഗജകേസരി യോഗം തുടങ്ങിയത് അവിടെ നിന്നല്ലേ. അതുകൊണ്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്തത്. മോനെ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛനോട് വേഗം തിരിച്ചു വരാൻ പറ. നീ പോയി ഏർപ്പാടെല്ലാം ചെയ്തേക്ക്. അച്ഛൻ വന്നോടനെ ഞാൻ അങ്ങ് എത്തിയേക്കാം. ഉടനെ തന്നെ ഏർപ്പാടാക്കാം മോനെ. എന്നാ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവും. 100 കോടി. CM ദുർഗേഷ്. അതിരിക്കട്ടെ ഭദ്ര. ബാബാ, പൂജയ്ക്കുള്ള പെൺകുട്ടി അവിടെ. എന്താ ബാബ പൂജയൊക്കെ? ഏതോ സിംഗപ്പൂർ പാർട്ടിയോടൊപ്പം മീറ്റിംഗ് ആണെന്നല്ലേ പറഞ്ഞേ? എന്താ ഭദ്ര, എന്താ ഇതൊക്കെ? ഇതൊക്കെ കാണുമ്പോ എനിക്ക് സംശയം തോന്നുന്നു. സംശയിക്കൊന്നും വേണ്ട ബാബാ. എന്താടാ? മോളെ അവന്തികെ, മോള് പറഞ്ഞതുപോലെ ഞാനിവരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ വിട്ടേക്ക് മോളെ, ഞാൻ പോട്ടെ. അവന്തികയുടെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. പ്രേതാത്മാവായി. പൂജ ചെയ്യൂ ബാബാ. എന്റെ രാജകുമാരൻ ചെറുകൊല്ല കുതിരയിൽ കയറി വരണ്ടേ? പൂജ ചെയ്യൂ ബാബാ. ചെയ്യടാ. ചെയ്യണ പറഞ്ഞ ചെയ്യടാ. പേടിക്കരുത്, പേടിക്കാതെ നിൽക്ക്. എന്നെ പറ്റിച്ച് എങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവന്നോ, അതുപോലെ ഞാനും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ. നെഞ്ചിൽ ഒരുപാട് പകയോടെ, ഒരുപാട് ദുഃഖത്തോടെ ഞാൻ കാത്തിരുന്നത്. അന്ന് നിങ്ങൾ എന്നെ എങ്ങനെ ബലി കൊടുത്തോ, അതേപോലെ ഇന്ന് ഞാൻ നിങ്ങളെ ബലി കൊടുക്കാൻ പോവുകയാണ്. ഇന്നും അതുപോലെ ഒരു കർത്തവാണ്. ഇന്നത്തോടെ നിങ്ങളുടെ കഥ കഴിഞ്ഞു.
നിനക്ക് രാഷ്ട്രീയക്കാരനോടാ? എഴുന്നേടാ. നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു. നിന്റെ കഥ കഴിഞ്ഞു. നീ എങ്ങനെ രക്ഷപ്പെടുന്നു നോക്കാം. ബാബ, എന്താ ബാബ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്യ് ബാബ. നിന്റെ മകളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ നീ ബലി കൊടുക്കുമല്ലേ? അച്ഛനെന്താ പറ്റി ബാബ? അച്ഛാ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഓം ക്രീം സ്വാഹ. 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 ഏയ് അവന്തിക, എന്നെ കൊല്ലണോ? നിനക്ക് കൊല്ലണോന്ന്? ശരി, നിന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ. വാ, വരാൻ, വന്ന് കൊല്ല്. എന്റെ ഈ ജീവിതത്തിൽ ഞാൻ നിന്നെ പോലെ എത്ര പേരെ കണ്ടിട്ടുണ്ട്. ഇതെന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി എത്ര കാലം നീ കാത്തിരുന്നാലും നിന്റെ പക എന്നോട് ഒരിക്കലും കാണിക്കാൻ സാധിക്കില്ല. അവസാനം വരെ നീ ഇങ്ങനെ പ്രേതാത്മാവായി ചുറ്റിത്തിരിയണം. എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓം ക്രീം സ്വാഹ. 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 നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ ജീവനെടുക്കാൻ നിനക്ക് പറ്റില്ല. ഇതെന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം. എവിടേക്കാ പോയത്? എവിടേക്കാ പോയത്? എവിടെ പോയത്? ഓം ക്രീം സ്വാഹ. നിനക്കത് കിട്ടില്ല മോനെ. വേണ്ട, എന്നെ ചെയ്യല്ലേ. നീ ബലി കൊടുക്കുമല്ലേ? വേണ്ട, എന്നെ ബലി കൊടുക്കുമല്ലേ? അവന്തിക, ചെയ്യരുത്. എന്നെ വെറുതെ വിട്ടേക്ക്. അവന്തിക, വേണ്ട വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എവിടേക്കെങ്കിലും പോയേക്കാം. എന്നെ ഒന്നും ചെയ്യരുത്. സ്വാമിമാരെയും ബാബാക്കളെയും ദൈവത്തിന്റെ ഭാഗമാണെന്ന് കരുതി ഞങ്ങളെ പോലുള്ളവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ നിങ്ങളെ പോലുള്ളവർ അന്ധവിശ്വാസമായി മാറ്റിക്കളയുന്നു. നിങ്ങളൊക്കെ ഈ നാട് ഇല്ലാതാക്കുന്ന ദാശങ്ങളാണ്. നിങ്ങളെ പോലുള്ളവരെയൊക്കെ വെറുതെ വിട്ടാൽ ഈ ലോകത്തെ തന്നെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് നിന്നെ പോലത്തെ ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ലടാ. എന്റെ പക തീർന്നു. ഞാൻ വാക്ക് തന്നതുപോലെ
ഈ വീടിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. സുഗു, നീ എനിക്ക് ഒരു സഹായം കൂടി ചെയ്യോ? എന്നെ പോലെ ഇനി ഒരു പെൺകുട്ടിയും ബലി കൊടുക്കപ്പെടാതെ നീ വേണം രക്ഷിക്കാൻ. കഷ്ടത്തിൽ സഹായിക്കുന്നത് ആ ദൈവമല്ലാതെ വേറെ ഒന്നുമല്ലെന്ന് എല്ലാവർക്കും നീ വേണം പറയാൻ. ഞാൻ പോകുന്നു സുഗു. രണ്ടു പക്ഷത്തെ വാദങ്ങളും കേട്ടതിന് ശേഷം അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവന്തികയെ ബലി കൊടുത്ത നീലകണ്ഠൻ, ദുർഗേഷ്, പുനലൂർ ബാബ എന്നിവർ ചെയ്ത കൊലപാതകങ്ങൾക്ക് പിന്നിൽ സുഗുവിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും അവർ മൂവർക്കുള്ളിൽ ഉദിച്ച പ്രശ്നങ്ങളുടെ കാരണത്താൽ മാത്രമാണ് തമ്മിൽ ആക്രമിച്ച് ഈ കൊല സംഭവിച്ചതെന്ന് കോടതി സ്ഥിരീകരിക്കുന്നു. പദവിയുടെ മോഹത്തിനും അധികാരദാഹത്താലും കച്ചവട മേൽമയ്ക്കായി അത്യാഗ്രഹം കാണിച്ച് നരബലി കൊടുക്കുന്നത് ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെയുള്ള ദുഷ്ടപൂജകളെ പ്രോത്സാഹിപ്പിച്ച് ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് തള്ളുന്ന ബാബയെ പോലുള്ള സമുദായ വിരുദ്ധ ശക്തികളെ അടിവേരോടെ പിഴുതെറിയണമെന്ന് പോലീസിനെ ഈ കോടതി ഉത്തരവ് നൽകുന്നു. എന്താണ് സുഖം നോക്കുന്നേ? പോകാം. എന്തിനാടാ കുട്ടികളെ പോലെ പേടിക്കുന്നേ? അതല്ലടാ, ഓൾറെഡി നിനക്ക് 3 രാത്രി കഴിഞ്ഞല്ലോ. അത് അല്ല, സ്വന്തം വീട്ടിലെ ആദ്യത്തെ രാത്രിയല്ലേ അത്. അത് ശരി. എല്ലാരും ആദ്യ രാത്രിക്ക് വെള്ള ഷർട്ടും മുണ്ടോ ആടാറ്. നീ എന്താടാ കറുപ്പിട്ടിരിക്കുന്നേ? ഇത് പ്രേതം ഉണ്ടായിരുന്ന വീടാണ്. വെള്ള ഡ്രസ് ഇടരുതെന്ന് ബാബ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാബയല്ല, പൂജാരി പറഞ്ഞു. നാണിച്ചതൊക്കെ മതി, അകത്തേക്ക് ചെല്ല്. പിന്നെ അകത്തെല്ലാം ഓക്കെ അല്ലേ? ഡയറക്ടർ ശങ്കറിന്റെ സോങ് സെറ്റ് പോലെ റെഡിയാക്കിയിട്ടുണ്ട്. ചെല്ല്. ഇതെന്താ ഈ ബെഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ശങ്കറിന്റെ സെറ്റപ്പ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് എടാ കഥ തുറക്കടാ. പുറത്തുനിന്ന് പൂട്ടി കൂടി ചെയ്തോ? തുറക്കടാ. പൂവൊക്കെ ഇട്ട് അലങ്കരിക്കുന്ന വേസ്റ്റ് അല്ലേ, അതെന്താ ചെയ്യാത്ത? ഇവിടെ വെക്കേണ്ട പഴവും പാലും ഒക്കെ എന്ത് ചെയ്യടാ? ഇതെന്താ 2 പഴം മാത്രം വെച്ചിരിക്കുന്നത്? അത് ചന്ദനത്തിരി സ്റ്റാൻഡായിട്ട് വെച്ചതാ. എൻജോയ്. എടാ, അകത്ത് ബീഡിയും വെച്ചിട്ടുണ്ട്, നോക്കണേ. എടാ മഹാപാവികളെ, എന്റെ ആദ്യ രാത്രി സെറ്റപ്പ് നീ ഇങ്ങനെ ബാർ സെറ്റപ്പ് ആക്കി മാറ്റിയല്ലോ. പുറത്തൊന്ന് ഇറങ്ങിക്കോട്ടെ, നിനക്ക് കൊന്നു കളയും ഞാൻ. അല്ല, എന്റെ കെട്ടിയോട് ഇതിനകത്ത് തന്നെ ഉണ്ടാവോ? മല്ലി മല്ലി മല്ലി, നീ ബാത്റൂമിലാണോ? മൊത്തത്തിലാകെ പ്രശ്നമാണല്ലോ. എന്താ ഇത്? പേടിച്ചല്ലേ സുഗു? നീയൊക്കെയാണോ ഒരു വീരനാന്ന് പറഞ്ഞ് നടക്കുന്നേ? നാണോ ഇല്ലേ നിനക്ക്? ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പേടിക്കുമ്പോ നിനക്ക് എന്നെ നാണം തോന്നില്ലേ? എടാ, പ്രേതം നിന്നെ അങ്ങനെ വെറുതെ വിട്ടു വിചാരിക്കണ്ട. ഇപ്പൊ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. വാ വാ, എന്നോട് മല്ലി നമ്മുടെ മച്ചുവിനെ അവിടെ പേടിപ്പിക്കാന്നാ തോന്നുന്നത്.